الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ പ്രദേശത്തിലെ പ്രിയപ്പെട്ട ഉലമാക്കളെ, ഇന്നത്തെ ഈ സദസ്സിന് കാർമ്മികത്വം വഹിക്കുന്ന കൗസരിയ ഉലമാ കൗൺസിൽ ഉലമാ സുഹൃത്തുക്കളെ, അതിലേറെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇവിടുത്തെ പ്രായം ചെന്ന കാരണവന്മാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, മറ്റ് എല്ലാ രീതിയിലും ആദരിക്കപ്പെടേണ്ടതും അതേപോലെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ടുന്നതുമായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഞ്ചാറ് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഇവിടത്തെ ഈ മഹാസംഗമത്തിന്റെ രണ്ടാമത്തെ ദിവസം വിജ്ഞാനവും ആധുനിക സമൂഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നല്ല രീതിയിൽ പറയാനും കേൾക്കാനും അതിലേറെ അമൽ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ ബഹുവന്യരായ നമ്മുടെ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് ഇവിടെ മദ്ഹബിന്റെ ആവശ്യകതകളെക്കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് ഈ സദസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ന് മറ്റൊരു വിഷയമായ വിജ്ഞാനം, വിദ്യാഭ്യാസം, വ്യത്യസ്തമായ മുഖം, ഇതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെടുത്തിയ ആധുനിക സമൂഹം ഇന്ന് എങ്ങനെയാണ് അതിനെ വായിക്കുന്നത് എന്നതിനെക്കുറിച്ചും ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥമായ നിജസ്ഥിതി എന്നതിനെക്കുറിച്ചും ചെറിയ രീതിയിൽ ഒരു ചർച്ച ചെയ്യുക, മുദാക്കറ ചെയ്യുക എന്നതാണ് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയം. ആമുഖത്തിന്റെ ഒരുപാട് വിരസതകൾ ഒഴിവാക്കിക്കൊണ്ട് സമയത്തിന്റെ പരിമിതി മൂലം നേരെ വിഷയത്തിലേക്ക് കടക്കണമെന്ന് നിങ്ങളെപ്പോലെ നമ്മളും ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ സമൂഹം, ഇവിടെ നമുക്ക് നിർണയിക്കപ്പെട്ടിട്ടുള്ള വിഷയം, പ്രിയപ്പെട്ട നമ്മുടെ ഉലമാക്കൾ നമുക്ക് നിർണയിക്കപ്പെട്ടിട്ടുള്ള വിഷയം, നിർണയിച്ചു തന്ന വിഷയം വിദ്യാഭ്യാസത്തിന്റെ, വിജ്ഞാനത്തിന്റെ യഥാർത്ഥമായ ഇൽമിന്റെ ഉറവിടങ്ങൾ,
അതിനെ ഇന്നത്തെ സമൂഹം മനസ്സിലാക്കിയ രീതി, ഇന്നത്തെ സമൂഹം അതിനോടുള്ള സമീപനം, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറെ വിഷയങ്ങൾ, ഇതിനെക്കുറിച്ച് ഇതിനാസ്പദമാക്കി സംസാരിക്കുക എന്നതാണ്. അപ്പൊ ആ വിഷയത്തെ യഥാർത്ഥമായ രീതിയിൽ നമ്മൾ സമീപിക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യമാണ് വരുന്നത്. ഒന്ന്, എന്താണ് വിജ്ഞാനം? മറ്റൊന്ന്, ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? മൂന്നാമതതിലേക്ക് കടന്നു വരുന്നത്, ഈ വിജ്ഞാനവും ഈ സമൂഹവും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നാലാമത്തതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വിഷയം, ഇന്നലകളിലെ യഥാർത്ഥമായ വിജ്ഞാനം എന്തായിരുന്നു, ഇൽമ് എന്തായിരുന്നു, അതിനോട് അന്നത്തെ സമൂഹം എങ്ങനെയുള്ള സമീപനമായിരുന്നു നടത്തിയിരുന്നത്, ഇന്നത്തെ വിജ്ഞാനം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് പോകുന്നത്, കാലങ്ങൾക്ക് ശേഷം നമ്മുടെ മാനസാന്തരം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ മനസ്സിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏതിനോടാണ് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നത്, എങ്കിൽ നമ്മുടെ സമൂഹത്തിനെ നമ്മൾ എങ്ങോട്ടാണ് നയിക്കുന്നത്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിത്തീരും. ഇങ്ങനെ ധാരാളം അതിനോട് അനുബന്ധമായ വിഷയങ്ങളും ചർച്ചകളും കടന്നു വരുന്നുണ്ട്. ഇതോടൊപ്പം ഒരു മനുഷ്യന്റെ യഥാർത്ഥമായ ചിന്താരീതിയെ വളർത്തിയെടുക്കുന്നതിൽ, വിജ്ഞാനപ്രദമായ രീതിയിൽ അവരെ ഊട്ടിയുറപ്പിക്കുന്നതിൽ എത്രത്തോളമാണ് രക്ഷിതാക്കളുടെ പങ്ക് എന്നുള്ള വിഷയവും അതോടൊപ്പം കടന്നു വരുന്നതാണ്. ഇങ്ങനെ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് വ്യത്യസ്തമായ മുഖങ്ങളെ ഇവിടെ ചർച്ച ചെയ്യണമെന്നാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള, ഇതിനു വേണ്ടിയിട്ട് ഇത്തരം ത്യാഗങ്ങൾ സഹിച്ചിട്ട് ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉലമാക്കളുടെ വിങ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ അടിസ്ഥാനത്തിൽ ഏറ്റവും സമകാലികമായ, അതോടൊപ്പം ആധുനികം എന്നതിലുപരി ഏറ്റവും പ്രാചീനവുമായ, എന്നാൽ അതിലുപരി ഇപ്പോൾ ഈ ആധുനിക യുഗത്തിലെ യുവാക്കളുടെ ഈ ഒരു സമീപനം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ചെറിയ രീതിയിലെങ്കിലും ഇവിടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രതിപാദിക്കണമെന്ന് ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. ആദ്യം ഇതൊരു പഠന ക്ലാസ് എന്നുള്ള രൂപത്തിൽ ഇൽമ് എന്താണ്? ഇൽമ് എന്ന് പറഞ്ഞാൽ സാധാരണ പറയാറുണ്ട് അറിവ്, വിജ്ഞാനം എന്നൊക്കെയാണ്. എന്നാൽ ഇൽമ് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അള്ളാഹുവുമായിട്ടാണ്. ബാക്കി സൃഷ്ടികളിൽ നിന്നുണ്ടായതെല്ലാം അള്ളാഹുവിൽ നിന്ന് വന്നതൊഴിച്ചാൽ ബാക്കി സൃഷ്ടികളുടെ ജൽപ്പനങ്ങളും സിദ്ധാന്തങ്ങളും അയാളുടെ മൊത്തത്തിലുള്ള കുറെ തോന്നലുകളും ഇസങ്ങളും അതിനെ പറയുന്ന പേര് ഇൽമു എന്നല്ല, അതിനെ പറയുന്ന പേര് ഫന്ന് എന്നാണ്. ഫന്ന് എന്ന് പറഞ്ഞാൽ ജൽപ്പനം, സിദ്ധാന്തം, കുറെ തോന്നലുകൾ, ഊഹാപോഹങ്ങൾ. ഇൽമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ കലാം, അതുവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിശാസ്ത്രം, ഇങ്ങനെയുള്ള സംഭവങ്ങളെയാണ് ഇൽം. അതിനോടനുബന്ധിച്ച ധാരാളം ശോഭകൾ, ഉദാഹരണത്തിന് അഖീദ, ഉദാഹരണത്തിന് ഫിഖ്ഹ്, പിന്നെ താരീഖ്, അതോടൊപ്പം അഖ്ലാഖ്, ഇങ്ങനെയുള്ള കുറെ ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി കുറെ മുആമലാത്ത്, മുആശറാത്ത്, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, അതിന്റെ മുതാല, അതിന്റെ തഹ്ഖീഖ്, ഇങ്ങനെയുള്ള ഒരു രൂപത്തെയാണ് യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറയുക. ഇനി ആ ഇൽമ് കിതാബിയായ ഇൽമിനപ്പുറം അള്ളാഹുവോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൽമിനെ മഗ്രിഫത്ത് എന്നും നമുക്ക് വിളിക്കാം. കാരണം സിർറ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ കിടക്കുന്നതാണ്. ഇൽമിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മറകളെ നീക്കിക്കൊടുക്കും. ആ മറകൾക്കപ്പുറം അള്ളാഹു യഥാർത്ഥമായ ഇൽമിനെ അവനക്ക് നൽകും. അതിനെ മഗ്രിഫത്ത് എന്നും നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയാണ് പ്രാചീനമായ ഉലമാക്കൾ അതിനെ വിളിച്ചു പോന്നിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥമായ ഇൽമ് എന്താണ്? അതുമായി ബന്ധപ്പെടുത്തി ആ അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചിന്തകളും എന്തൊക്കെ പറച്ചിലുകളും എന്തൊക്കെ തോന്നലുകളും എന്തൊക്കെ ജൽപ്പനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ ദീനുമായി ബന്ധപ്പെടുത്താവുന്നതുമാണ്. ഉദാഹരണത്തിനൊരു വിദ്യാർത്ഥി ആകാശത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ച്, ആകാശത്തിലെ സൂര്യനെക്കുറിച്ച്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഗാലക്സികളെ കുറിച്ച്, അതിന്റെ അപ്പുറം ഇങ്ങനെ കുറെ
ഇങ്ങനെ കുറെ അംശങ്ങളെക്കുറിച്ച്, കൊള്ളിമീനുകളെക്കുറിച്ച്, ഉൽക്കകളെക്കുറിച്ച്, താരാപഥങ്ങളെക്കുറിച്ച്, ക്ഷീരപഥങ്ങളെക്കുറിച്ച് വെറും പഠനത്തിലൂടെ മാത്രം മുന്നോട്ടു പോകാതെ അവന്റെ മുഴുവൻ ഫിസിക്സും, അവന്റെ മുഴുവൻ അസ്ട്രോളജിയും, അവന്റെ മുഴുവൻ അസ്ട്രോണമിയും അവൻ അള്ളാഹുവിനെ ഓർക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയും നമുക്ക് ഇൽമിനോട് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ഈ അടുത്തിടെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഏറ്റവും വിശാലമായ ഒരു ഗവേഷണമുണ്ട്. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഉലമാക്കളുടെ വിങ് നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ട്രെയിനിങ്ങിന്റെ ഭാഗമായി അവർ ഇൽമിനെ രണ്ടായി തിരിക്കുകയാണ്. ഒന്ന് അസാലത്ത് അഥവാ അസലായി നടക്കുന്ന കാര്യം, മറ്റൊന്ന് ഹദാസത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിശദീകരണങ്ങൾ, മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള അതിന്റെ സമീപനം. ഈ രണ്ട് രീതിയിലാണ് ഇൽമിനെ അവർ കണ്ടിട്ടുള്ളത്. ഒരു പഠന ക്ലാസ് എന്ന രീതിയിൽ അതിനെ ആ രീതിയിൽ പറയാൻ ഞാൻ ചെറിയ തോതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അസാലത്ത് എന്ന് പറഞ്ഞാൽ അസലായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. ഏറ്റവും വലിയ അസൽ അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ കലാമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളാണ്, ആ പ്രവൃത്തികളാണ്, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ്. ഇത് മാത്രമേ അസലായിട്ടുള്ളൂ അഥവാ യഥാർത്ഥമായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇപ്പുറത്ത് വ്യാഖ്യാനങ്ങൾ, ജൽപ്പനങ്ങൾ, സിദ്ധാന്തങ്ങൾ, അത് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ആധുനിക ലോകത്തിനെ നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ട് പഠിക്കുന്നതെല്ലാം ഫന്നുകളാണ്. അഥവാ ഈ പറയുന്ന രീതിയിൽ ലന്നെന്നും ഫന്നെന്നൊക്കെ പറയുന്ന ഊഹങ്ങളും കുറെ ജൽപ്പനങ്ങളുമാണ്. ഇൽമെന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യത്തിന് പറയുന്ന പേരാണ്. ഇതെത്രത്തോളം നമ്മൾ നേടി? സഹോദരന്മാരെ, ഈ ദുനിയാവിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ ദീന് നിർബന്ധമാണ്. ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ദീന് നമുക്ക് നിർബന്ധമാണ്. ഈ ദീനിയായ ഇൽമു നമുക്ക് നിർബന്ധമാണ്. അതോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും നമുക്ക് നിർബന്ധമാണ്. ഇനി ഒരു മനുഷ്യൻ വെറും ഇതിനൊക്കൊന്നും ബന്ധപ്പെടാതെ, അള്ളാഹുവോട് ബന്ധപ്പെടാതെ, അള്ളാഹുവിന്റെ കലാമിനോട് ബന്ധപ്പെടാതെ അവൻ വെറും ഏതെങ്കിലും ഇസങ്ങളിലും ഏതെങ്കിലും ജൽപ്പനങ്ങളിലുമാണ് വിശ്വസിച്ചത് എങ്കിൽ അവന്റെ ഇടം ഒരു പക്ഷേ നേരെ പോകുന്നത് മറ്റൊരു ഭാഗത്തേക്കായിരിക്കാം. കാരണം ഇവൻ പഠിക്കുന്ന ലിയോ ടോൾസ്റ്റോയി, ഇവൻ പഠിക്കുന്ന കീറ്റ്സ്, ഇവൻ പഠിക്കുന്ന ഷെല്ലി, ഇവൻ പഠിക്കുന്ന ഗഥെ, ഇവൻ പഠിക്കുന്ന വില്യം ഷേക്സ്പിയർ, ഇവൻ പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ വില്യം വേർഡ്സ്വർത്ത്, ഇവരൊക്കെ ജൂതന്മാരായിരുന്നു. ഇവരൊക്കെ ജൂതന്മാർ മാത്രമാണ്. ആ ജൂതന്മാരുടെ ജൽപ്പനങ്ങളിൽ നിന്നും സിദ്ധാന്തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഇൽമുകളെല്ലാം ഇൽമല്ല, അതിന് പറയുന്ന പേര് ഫന്ന് എന്നാണ്, ഫുനൂൻ. മക്കളെ സ്കൂളിലേക്ക് വിട്ട് കേവലം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പഠിപ്പിച്ച് അങ്ങനെ അവസാനം ആ പഠിത്തത്തിൽ നിന്നും അവർ ഉയർന്നുയർന്നു വന്ന് ഒരു ഡോക്ടറായി, ഒരു എഞ്ചിനീയറായി. നമ്മളതിനെ തിരസ്കരിക്കുകയല്ല, നമ്മളതിനെ തമസ്കരിക്കുകയല്ല, എല്ലാം നല്ലത്. പക്ഷേ അതിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ പറ്റിയൊരു ചിന്തയില്ലാത്തൊരു വിദ്യാഭ്യാസമാണ് അവന് ലഭിച്ചതെങ്കിൽ പിന്നെ ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് കാര്യം? ഒരു കുട്ടി ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉണ്ട്. പക്ഷെ ആധുനിക ഭൗതിക ശാസ്ത്രം വേറെയാണ്, പ്രാചീന ഭൗതിക ശാസ്ത്രം വേറെയാണ്. പ്രാചീന ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ ഇമാമുകളിൽ നിന്ന് തുടങ്ങിയതാണ്. കാരണം കീമിയ സആദ എന്ന് പറയുന്ന ഗ്രന്ഥം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതിലെ വിഷയം കെമിസ്ട്രിയാണ്, രസതന്ത്രം. നമ്മൾ വിചാരിക്കും ഈ രസതന്ത്രം എന്ന് പറയപ്പെടുന്ന വിഷയം ഈ അടുത്തിടെ കടന്നു വന്നൊരു വിഷയമാണ്. അല്ല, രസതന്ത്രത്തിന് ജന്മം എടുത്തിട്ട് കുറെ വർഷങ്ങളായി. ഫിസിക്സ്, നമ്മൾ വളരെ മനോഹരമായ പേരിട്ട് വിളിക്കുന്ന ഫിസിക്സ്, അത് വന്നിട്ട് കാലങ്ങൾ എത്രയായി. അസ്ട്രോളജി, ഖഗോളശാസ്ത്രം വന്നിട്ട് നൂറ്റാണ്ടുകളായി. പക്ഷേ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഇന്നത്തെ കുറെ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ചൊൽപ്പടിക്ക് നിൽക്കുന്നതാണ് ഈ ശാസ്ത്രങ്ങളൊക്കെയാണ് എന്നതാണ്. ലണ്ടന് ആകെ പഴക്കം ചരിത്രപരമായി വെറും 700 കൊല്ലത്തെ പഴക്കമാണ്. അമേരിക്കക്ക് ആകെ പഴക്കം വെറും ചരിത്രപരമായി 250 കൊല്ലത്തെ പഴക്കമാണ്. ഇന്ന് എല്ലാ ടെക്നോളജിയും എല്ലാ ശാസ്ത്രശാഖകളെയും ആരിൽ നിന്നാണോ പുറപ്പെടുവിക്കുന്നത് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് എങ്കിൽ ആ തോന്നൽ മിഥ്യയാണ്. ആ രാജ്യങ്ങളല്ല ഈ ശാസ്ത്രശാഖകളുടെ തുടക്കക്കാരുണ്ടായത്. തുടക്കക്കാരായി വന്നത് മറ്റു പലരുമാണ്. ചരിത്രത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ഒരു ഏട് എടുത്തു പറഞ്ഞാൽ താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ യൂറോപ്പിലുള്ള യാത്രയിൽ നിന്നാണ് യൂറോപ്പിന്റെ നവജാഗരണത്തിന്, യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് ഏറ്റവും വലിയ കാരണമായത്. താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പുറപ്പെട്ടതാണ്.
ദീനിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട്, ദീനിന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിന്റെ മണ്ണിലേക്ക് ഇന്ത്യയിൽ ധാരാളമായി കവിത എഴുതുകയും ലോകപ്രശസ്തമാകുകയും ഇസ്ലാമിന്റെ കവിതയിൽ മുഴുക്കെ നിറഞ്ഞു നിൽക്കുകയും മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബിനെ പോലെയുള്ളവർ മദീനത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് പോലും അറബികളായ ഉലമാക്കളോട് അനുവാദം ചോദിച്ചിട്ട് പേര് പറയാൻ ആഗ്രഹിച്ചത് അല്ലാമ ഇക്ബാലിന്റെ പേരാണെങ്കിൽ ആ അല്ലാമ ഇക്ബാലിന്റെ ഒരു കവിതയുണ്ട്, തെരാനെ മില്ലി എന്ന് പറയുന്ന കൊർഡോവയെ കുറിച്ച് യഥാർത്ഥമായ രീതിയിൽ വിശദീകരിക്കുന്ന ഒരു കൊച്ചു കവിത. അതിന്റെ വിശദീകരണം ധാരാളമാണ്. അതിൽ താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ യാത്രകളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. യൂറോപ്പ് ഒരുപാട് ഭൂഖണ്ഡങ്ങളിൽപ്പെട്ട ഒരു ഭൂഖണ്ഡം മാത്രമാണ്. അമേരിക്കയുണ്ട്, അപ്പുറത്ത് മറ്റൊരു അമേരിക്കയുണ്ട്, ഏഷ്യയുണ്ട്, അതേപോലെ തന്നെ ആഫ്രിക്കയുണ്ട്, അന്റാർട്ടിക്കയുണ്ട്, അതേപോലെ തന്നെ ഓസ്ട്രേലിയയുണ്ട്. അതിൽപ്പെട്ട അവസാനത്തതാണ് യൂറോപ്പ്. എയിൽ നിന്ന് തുടങ്ങി എയിൽ അവസാനിക്കുന്ന 6 ഭൂഖണ്ഡങ്ങളും ഇയിൽ തുടങ്ങി ഇയിൽ അവസാനിക്കുന്ന ഒരു ഭൂഖണ്ഡവും. ആദ്യത്തെ ഭൂഖണ്ഡങ്ങൾ പറഞ്ഞിട്ടേ അവസാനത്തെ ഭൂഖണ്ഡം പറയാറുള്ളൂ. എല്ലാ ഭൂഖണ്ഡങ്ങളും തുടങ്ങുന്നത് എ എന്ന ലെറ്ററിൽ നിന്നാണ്, അവസാനിക്കുന്നതും എ എന്ന ലെറ്ററിൽ വെച്ചാണ്. അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. അത് കഴിഞ്ഞാൽ പിന്നീട് 7ാമത് പറയുന്ന പേരാണ് യൂറോപ്പ്. ഇയിൽ നിന്ന് തുടങ്ങി ഇയിൽ അവസാനിക്കുന്ന ഒരു ഭൂഖണ്ഡം. ആ ഭൂഖണ്ഡത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് പറ്റിയത് ഏറ്റവും വലിയ അബദ്ധമാണ്. കാരണം യൂറോപ്പിന്റെ തുടക്കം ആകെ 10-700 വർഷമായിട്ട് ചരിത്രപരമായി അവർക്ക്, ഹിസ്റ്റോറിക്കലി അവർക്കൊരു ചാപ്റ്റർ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്കൊരു ചരിത്രത്തിലൊരു ഇടമുള്ളൂ. ആ യൂറോപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഏതോ ഒരു സംസ്കാരത്തിന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുകയും, ഞാൻ പറയുന്നു, ഒരിക്കലും ഡോക്ടറാകണ്ട, എഞ്ചിനീയർ ആകണ്ട, ഒരിക്കലും അങ്ങനെയാകണ്ട ഇങ്ങനെയാകണ്ട എന്നല്ല. ഇതൊക്കെ പറയുമ്പോഴും ഇത്തരമുള്ള ധാരാളം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുകയും സ്വന്തം തന്നെ 3-4 സ്ഥാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു എളിയ പ്രതിനിധിയാണ് നിങ്ങളോട് പറയുന്നത്. വിദ്യാഭ്യാസത്തെ തിരസ്കരിക്കുകയല്ല, പക്ഷേ യഥാർത്ഥമായ വിദ്യാഭ്യാസം ലഭിക്കാതെ നമ്മുടെ മക്കളിൽ 99.99% തെരഞ്ഞെടുക്കുന്നത് കേവലം ബ്ലാക്ക് ഷീപ്പ് പാട്ടുകളും, അതേപോലെ തന്നെ ബ്രഷ് വെട്ടിത്ത് ബ്രഷ് ഓൺ എവ്രി ഡേ എന്ന് പറഞ്ഞിട്ട് ഏതോ ആയമാര് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗാനങ്ങളുമാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ നവോത്ഥാന പ്രക്രിയ എന്ന് മനസ്സിലാക്കിയ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഒരിക്കലും അത് സത്യമല്ല. കാരണം താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പടയോട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആ ദഅവത്തിന്റെ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം അവിടെയുണ്ടായത് ഏറ്റവും വലിയ നവോത്ഥാന പ്രക്രിയയായിരുന്നു. ചരിത്രപരമായി നമുക്കറിയാം, യൂറോപ്പിന്റെ ഹേർട്ട് എന്ന് പറയുന്നത്, യൂറോപ്പിന്റെ ഹൃദയം എന്ന് പറയുന്നത് ആ കാലഘട്ടം മുതലേ അത് കൊർഡോവ അടങ്ങുന്ന ആ സ്പെയിനായിരുന്നു. ഇന്നും ചരിത്രപരമായി നോക്കിയാൽ തന്നെയും, ഇന്നും നമുക്ക് മാപ്പ് എടുത്ത് നോക്കിയാൽ തന്നെയും നമുക്ക് മനസ്സിലാകും, യൂറോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് അന്നത്തെ അന്തുലേഷ്യ എന്നറിയപ്പെടുന്ന ഇന്നത്തെ സ്പെയിൻ. പണ്ടുകാലത്ത് പറഞ്ഞിരുന്ന പേര് അന്തുലേഷ്യ എന്നായിരുന്നു. ആ സ്പെയിനിൽ വെച്ചാണ് യൂറോപ്പിന്റെ തുടക്കമുണ്ടായത്, അഥവാ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ നവോത്ഥാനത്തിന്റെ തുടക്കമുണ്ടായത്. ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, ചരിത്രപരമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, അറബ്സിന്റെ കോൺട്രിബ്യൂഷനായി, അറബികളുടെ സംഭാവനയായി അവർ 11 ശാസ്ത്രശാഖകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വേൾഡ് ഹിസ്റ്ററിയിലെ, ലോക ചരിത്രത്തിന്റെ 11 അധ്യായങ്ങൾ അവർ നിരത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രഥമമായ, ഏറ്റവും ഉജ്ജ്വലമായ ചാപ്റ്ററാണ് കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ്, അറബികളുടെ സംഭാവന എന്ന് പറഞ്ഞാൽ. അറബികൾ ആരാണ്? താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിൻഗാമികളെയാണ് വേൾഡ് ഹിസ്റ്ററി അറബികൾ എന്ന് മാത്രം വിളിക്കുന്നത്. അറബികളുടെ സംഭാവനകൾ അതിൽപ്പെട്ടതാണ് ഒഫ്താൽമോളജി. ഇന്നതാ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ധാരാളം ആളുകൾ കണ്ണട വെച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണയുടെ തുടക്കം, കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സബബിയായ രീതിയിൽ അതിനെ എങ്ങനെയാണ് നിർണയിച്ചു വെക്കുക എന്ന് ഏതൊരു ശാസ്ത്രശാഖയാണോ നമ്മളെ പഠിപ്പിച്ചത്, ആ ശാസ്ത്രശാഖയുടെ തുടക്കത്തെയാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. അതിന്റെ തുടക്കമുണ്ടായത് ഖുർത്തുബ എന്നറിയപ്പെടുന്ന കൊർഡോവ യൂണിവേഴ്സിറ്റിയിലാണ്. ചരിത്രം എന്നറിയപ്പെടുന്ന ഏറ്റവും ബൃഹത്തായ ആ സംഗതിയുടെ തുടക്കമുണ്ടായത് ഖുർത്തുബ യൂണിവേഴ്സിറ്റിയിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അന്ന് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെഡ് ബ്രിക്ക് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന റെഡ് ബ്രിക്ക് യൂണിവേഴ്സിറ്റി, ചുവന്ന കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട റോയൽ ടച്ചുള്ള ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ യൂണിവേഴ്സിറ്റിയിൽ പോലും ഒരിക്കലും തുടങ്ങിയിട്ടില്ലാത്ത കാലം ഓക്സ്ഫോർഡ് അന്ന് തുടങ്ങിയിട്ടില്ല, കാംബ്രിഡ്ജ് അന്ന് തുടങ്ങിയിട്ടില്ല, ടെക്സാസ് അന്ന് തുടങ്ങിയിട്ടില്ല,
തുടങ്ങിയിട്ടില്ല, കാലിഫോർണിയ അന്ന് തുടങ്ങിയിട്ടില്ല. ഇതൊന്നും തുടങ്ങാത്ത കാലഘട്ടത്തിൽ ദ ഫസ്റ്റ് സക്സസ്ഫുൾ യൂണിവേഴ്സിറ്റി ഇൻ ദിസ് വേൾഡ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിജയപ്രദമായിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് വേൾഡ് ഹിസ്റ്ററി പേര് കൊടുത്തിട്ടുള്ളത് കുർഡോവ യൂണിവേഴ്സിറ്റിക്കാണ്. ആ കുർഡോവ യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചത് ദ മുസ്ലിം സമൂഹമാണ്. ലോകത്തിനൊരു യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചപ്പാടുണ്ടാക്കി കൊടുത്തത് കുർഡോവ യൂണിവേഴ്സിറ്റിയാണ്. ആധുനിക തലത്തിലെ യൂണിവേഴ്സിറ്റി പോലും അവിടെയാണ് ഹിസ്റ്ററിയുടെ ഏറ്റവും വലിയ ചരിത്രപരമായ വിശാലത അനുഭവിക്കാൻ ഈ ലോകത്തിന് സാധിച്ചത്. അവിടെ വെച്ചിട്ടാണ് ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ഭൂമിയിലെ സഞ്ചാര കഥകൾ പറഞ്ഞുകൊണ്ട്, അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടും അതിന്റെ അടിയിലെ വശങ്ങളും അതിന്റെ മുകളിലെ വശങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ശാസ്ത്രശാഖ വികസിതമായത് ഇതേ ഖുർത്തുബ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ്. അസ്ട്രോളജി എന്നറിയപ്പെടുന്ന ഖഗോള ശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള അതിവിശാലമായ പഠനം പ്രാചീനമായ ഉലമാക്കളുടെ ചരിത്രപ്രകാരം ഉള്ള എല്ലാ രീതിയിലുള്ള ഗ്രന്ഥങ്ങളെയും എടുത്തുകൊണ്ട് നൂലിഴ കീറിയിട്ട് പരിശോധന നടത്തിയിട്ട് ലോകത്തെക്കുറിച്ച് സംവദിച്ചത്, ഈ പ്രാപഞ്ചികതയെക്കുറിച്ച് സംവദിച്ചതും ഖുർത്തുബ യൂണിവേഴ്സിറ്റിയാണ്. അന്നത്തെ ഖുർത്തുബ, ഇന്നത്തെ ഖുർഡോവ, ഇന്ന് പറയപ്പെടുന്ന ഖുർഡോവ. ആ കുർഡോവ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ തുടക്കമുണ്ടായി. പിന്നീട് എന്തുണ്ടായി? അവസാനം നമ്മൾ ഇന്ന് പറയപ്പെടുന്ന സൈക്കോളജി, മനഃശാസ്ത്രം, അത് മറ്റുള്ളവരുടേതല്ല. അതിന്റെ തുടക്കമുണ്ടായത് അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദ ടീച്ചിങ് ഓഫ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ടീച്ചിങ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് ആദ്യമായി സൈക്കോളജി തന്നെ ചർച്ച തുടങ്ങുന്നത്. ലോകത്തിൽ ഇന്ന് വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ബൃഹത്തായ 2 ടീച്ചിങ് സ്റ്റൈലുണ്ട്, 2 രീതിയിലുള്ള പഠിപ്പിക്കലുണ്ട്. അതിലൊന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ പഠിപ്പിക്കലാണ്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ, സഹാബാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ പഠിപ്പിക്കലിന്റെ ഏറ്റവും വലിയ ആചാര്യൻ ആരെന്ന് ചോദിച്ചാൽ ആധുനിക മനഃശാസ്ത്രത്തിന് പോലും പഠിക്കാനുള്ളതും പഠിപ്പിക്കാനുള്ളതും അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരാണ്. ടീച്ചിങ് ഓഫ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനെ മനഃശാസ്ത്രത്തിന്റെ തുടക്കമുണ്ടായത്, അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രചണ്ഡയുണ്ടായത് ആ കാലഘട്ടത്തിലാണ്. പിന്നെയോ മാത്തമാറ്റിക്സ്, അൽജിബ്ര എന്ന് പറയുന്ന ഒരു നോമില്ലാതെ, അല്ലെങ്കിൽ അൽജിബ്ര എന്ന് പറയുന്ന ഒരു ഭാഗമില്ലാതെ മാത്തമാറ്റിക്സിനെ ഒരിക്കലും നമുക്ക് സ്പർശിക്കാൻ കഴിയുകയില്ല. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാകാം, മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉണ്ടാകാം. മാത്സ് നമുക്ക് സ്പർശിക്കണമെങ്കിൽ അൽജിബ്ര നിർബന്ധമാണ്. A+B². ആ വിജ്ഞാന ശാഖയെ വളർത്തിയത് മുഹമ്മദ് ജാബിർ എന്നറിയപ്പെടുന്ന അൽ ജാബിർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അൽ ജാബിർ എന്ന് യൂറോപ്യന്മാർക്ക് പറയാൻ മടിയുള്ളതിന്റെ പേരിൽ അത് അവര് മോഡലൈസേഷൻ നടത്തി വലിയ മോഡലിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദമാണ് അൽജിബ്ര. അൽ ജാബിറിന്റെ പേരിനെ മാറ്റിമറിച്ചിട്ടാണ് അൽ ജിബ്രയാക്കിയത്. ഇന്നും ചരിത്രത്തിൽ നമുക്കിത് പഠിക്കാം. മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് പറയുന്നുണ്ട്, ചരിത്രം പഠിക്കാതെ ഒരു മനുഷ്യന്റെ ഇസ്ലാമികപരമായ പഠനം പൂർത്തീകരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം എഴുതി വെച്ചതാണ്. ചരിത്രം പഠിക്കാതെ, താരീഖ് പഠിക്കാതെ ഒരു മനുഷ്യന്റെ ഇസ്ലാമികപരമായ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള ഏറ്റവും വലിയ ഈ ശാസ്ത്രശാഖകളെ വളർത്തിക്കൊണ്ടുവന്നു. പോരാ, മാത്തമാറ്റിക്സിലെ അൽജിബ്രയ്ക്ക് ശേഷം കെമിസ്ട്രി ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അറബികളാണ്. ഇത് പറയുന്നത് ഇസ്ലാമിക ചരിത്ര ബുക്കിലല്ല, വേൾഡ് ഹിസ്റ്ററി ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ദ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ്, അറബികളുടെ സംഭാവന. സഹോദരന്മാരെ, അതിനപ്പുറം അസ്ട്രോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ലോകത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് ഈ ലോകത്തിനൊരു അറിവ് കൊടുത്തത് അന്നത്തെ അറബികളാണ്. ബ്രിട്ടീഷുകാർ അറബികൾ എന്ന് പഠിക്കുന്ന സഹാബാക്കളുടെ പിൻതലമുറക്കാരാണ്. അതിനു മുമ്പ് ഈ ശാസ്ത്രശാഖകളൊക്കെ ഒരു മിന്നലാട്ടം പോലെ ഈ ലോകത്തിൽ എവിടെയോ കിടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ മുഴുവൻ ഒന്നിച്ചു കൂട്ടിയിട്ട് ഈ ലോകത്തിന് വിവരം കൊടുത്തതും ഇത്ര വലിയ ശാസ്ത്രശാഖകളെ വളർത്തിയെടുത്തതും ഈ കുർഡോവ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്. അവസാനം ഇങ്ങനെ പോയാൽ ഈ സമൂഹം ലോകത്തിനെ കീഴടക്കുമെന്ന് ഒരു കൂട്ടർ വിചാരിക്കുകയുണ്ടായി. പാവമാണ് ആ സമൂഹം, പാവമെന്ന് നമുക്ക് വിചാരിക്കാം. അവർ വിചാരിക്കുകയുണ്ടായി, ഈ സമൂഹത്തിനെ തകർത്തിക്കഴിഞ്ഞാൽ എന്തായിരുന്നാലും ശരി, ഇനി നമുക്ക് ഈ ലോകത്തെ കീഴടക്കാം. അങ്ങനെ ആ സമൂഹം അവസാനമായി ക്രോസ് വാർ
എന്നറിയപ്പെടുന്ന യുദ്ധമുണ്ടാക്കി. ആ യുദ്ധത്തിൽ ഒന്നാമത്തെ യുദ്ധം അമ്പെ പരാജയപ്പെടുകയുണ്ടായി. കാരണം അവർ പഠനം നടത്തി, എന്തുകൊണ്ട് ഇത്ര സൈന്യമുണ്ടായിട്ടും നമ്മൾ തോൽക്കുന്നു, ഈ പാവ മുസ്ലിമീങ്ങൾ ഒന്നുമില്ലാതെ എന്തുകൊണ്ട് വിജയിക്കുന്നു? അവസാനം അവർ മനസ്സിലാക്കി അവരുടെ ഉള്ളിലത് ഈമാനാണ്, അവരുടെ ഉള്ളിലുള്ളത് ഈമാനാണ്. അങ്ങനെ ഈമാനെ കുറിച്ച് പഠനം നടത്തി. അങ്ങനെ പിന്നീട് രണ്ടാമത്തെ ക്രോസ് വാർ, അതിനുശേഷം പിന്നെയും അവസാനം അവര് എല്ലാറ്റിനെയും തകർക്കാൻ കൊർഡോവ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ശാസ്ത്രശാഖയെ കൊടുക്കുകയുണ്ടായി. ആധുനിക ഉലമാക്കൾ എന്ന് മാത്രമല്ല, പ്രാചീന ഉലമാക്കളും സങ്കടത്തോടുകൂടി പറയപ്പെടുന്ന ഒരു ചരിത്ര സംഭവമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അഥവാ ഒരു ശാസ്ത്രശാഖയെ കൊർഡോവ യൂണിവേഴ്സിറ്റിയിലേക്ക് പരിചയപ്പെടുത്തി അന്നത്തെ ജൂതന്മാർ. ആ ശാസ്ത്രശാഖയുടെ പേരാണ് മന്തിഖ് അഥവാ തർക്കശാസ്ത്രം. ഇന്നും ദർസുകളിൽ പഠിക്കുന്ന തർക്കശാസ്ത്രത്തിന്റെ മൂലഹേതു നമ്മൾ തുടർന്നു നോക്കിയാൽ, അതിന്റെ നാരായ വേര് എവിടെ പോയി മുട്ടുന്നു എന്ന് നോക്കിയാൽ ഈ സദസ്സിലിരിക്കുന്ന ഉലമാക്കൾ പറഞ്ഞു തരും, അത് ജൂതന്മാരുടെ തലയിൽ പോയി മുട്ടും. ആ തർക്കശാസ്ത്രമാണ് പിന്നീട് വ്യാപകമായത്. തർക്കശാസ്ത്രം നല്ലതിനാണ്, തർക്കശാസ്ത്രം നന്മക്കാണ്. പക്ഷെ ആ തർക്കശാസ്ത്രത്തിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയത് ജൂതന്മാരായിരുന്നു. അങ്ങനെ അവസാനം തകർന്നു. ഈ സമൂഹം ഛിന്ന ഭിന്നമായി, ഓരോന്ന് പറഞ്ഞ് വാഗ്വാദത്തിൽ ഏർപ്പെട്ട് ഈ ഉമ്മത്ത് ആകെ തകർന്നു പോയി. അവസാനം അവര് വീണ്ടും അതേ കുരിശു യുദ്ധം തുടങ്ങുകയുണ്ടായി. അങ്ങനെ അവസാനം ഈ മുസ്ലിം സമൂഹം അന്ന് പരാജയപ്പെട്ടു സ്പെയിനിൽ. അങ്ങനെയാണ് അന്നത്തെ ശാസ്ത്രശാഖകളെ, പ്രധാനപ്പെട്ട ഇൽമിന് ശക്തി കൊടുക്കുന്ന ആധുനിക ശാസ്ത്രശാഖകളെ മുഴുവൻ അവര് കൊണ്ടുപോയതും ഞങ്ങളാണ് ഇതിന്റെ പിതാക്കൾ എന്ന് പറഞ്ഞതും. ചരിത്രം ഒരിക്കലും ഇത് തിരസ്കരിക്കുകയില്ല. ഇത് ചരിത്രമാണ്, ചരിത്രത്തിന്റെ അധ്യായങ്ങളാണ്. ആര് മാറ്റിമറിച്ചാലും ഇന്നും ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന ചരിത്രത്തിന്റെ അധ്യായങ്ങൾ ഇതാണ്. അവസാനം കെമിസ്ട്രിയുടെ പിതാക്കന്മാർ അവരായി മാറി, ഫിസിക്സിന്റെ പിതാക്കന്മാർ അവരായി മാറി, ബയോളജിയുടെ പിതാക്കന്മാർ അവരായി മാറി, മാത്തമാറ്റിക്സിന്റെ പിതാക്കന്മാർ അവരായി മാറി. അവസാനം ആ ശാസ്ത്രശാഖകൾ പഠിച്ചു വലുതായി. വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ ആധുനിക യൂണിവേഴ്സിറ്റികൾ, ആധുനിക പഠനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലോർഡ് മെക്കാളെ പ്രഭുവാണ് ഈ ഇന്ത്യയിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രത്തെ കൊണ്ടുവന്നത്. ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാഭ്യാസം ലോർഡ് മെക്കാളെ, പ്രിയങ്കരനായ നമ്മുടെ മുൻകഴിഞ്ഞു പോയ മന്ത്രിയോട് ഇന്നലെയും ഞാനിത് സംസാരിക്കുകയുണ്ടായി. ലോർഡ് മെക്കാളെ കൊണ്ടുവന്ന തീസീസാണല്ലോ ഇന്നും നടത്തപ്പെടുന്നത് എന്ന്. പാവം നമ്മുടെ ഏറ്റവും വലിയ സന്തത സഹചാരിയും നല്ല ചിന്തകനും ഏറ്റവും നല്ല രീതിയിൽ ഈ സമൂഹത്തിനെയും മൊത്തം മാനവരാശിയെയും ഉയർത്തണമെന്ന് ചിന്തിക്കുന്ന അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, എന്താണ് ചെയ്യുക, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നില്ല എന്ന സങ്കടങ്ങളാണ്. സത്യത്തിൽ അവസാനം ലോർഡ് മെക്കാളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിശാസ്ത്രമുണ്ട്. അതെന്താണ്? ലോർഡ് മെക്കാളെ അന്ന് ഈ കേരളക്കരയിൽ മൊത്തത്തിൽ സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും സ്കൂൾ തുടങ്ങാൻ നേരത്ത് അന്നത്തെ കൊനാലിയുമായി ബന്ധപ്പെട്ട് കളക്ടർ കൊനാലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ലോർഡ് മെക്കാളെ അന്നത്തെ ജോർജിന് എഴുതിയ കത്തിൽ, ദാ ഇവിടുത്തെ ആളുകളെ കീഴടക്കണമെങ്കിൽ, ഇവിടുത്തെ ആളുകളെ തകർക്കണമെങ്കിൽ, ഭാരതം നമുക്ക് കിട്ടണമെങ്കിൽ, ഇന്ത്യ നമ്മൾ കൈക്കലാക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവരേണ്ടത് മറ്റൊരു വിദ്യാഭ്യാസ രീതിയാണ്. ഇവിടെ ഉള്ള വിദ്യാഭ്യാസ രീതിയെ മാറ്റുകയും മറ്റൊരു വിദ്യാഭ്യാസത്തിനെ, നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന വിദ്യാഭ്യാസ സംഹിതയെ ഇവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ പരാജയപ്പെടും. അവരെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ആ സമയത്ത് അവിടെ നിങ്ങോട്ട് കത്ത്, ഇതും ചരിത്രം. ആ സമയത്ത് അവിടെ നിങ്ങോട്ട് കത്ത്, എന്താണ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക? ഇവിടെ നിങ്ങോട്ട് ലോർഡ് മെക്കാളയുടെ രണ്ടാമത്തെ കത്ത്. തീർച്ചയായും നമുക്ക് ഗുമസ്തന്മാരെ ഉണ്ടാക്കാം, കുറച്ച് കണക്കപ്പുള്ളമാരെ ഉണ്ടാക്കാം, കഴിവില്ലാത്ത വെറും കണക്കുകൾ മാത്രമുള്ള ഒരു സമൂഹത്തിന് ഉണ്ടാക്കാം.
അന്നത്തെ ദയൂബന്ദി ഉലമാക്കൾ അതിനെ ധാരാളമായി എതിർത്തപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രുക്കളായി അന്ന് ദയൂബന്ദി ഉലമാക്കൾ അവർ വിധിയെഴുതി. ബ്രിട്ടീഷ് ചരിത്രത്തിൽ നമുക്ക് കാണാം, ഇന്ത്യയിൽ അവിടുത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ ഒന്ന് ദയൂബന്ദി ഉലമാക്കളായിരുന്നു. പിന്നെ അവരുടെ ശത്രുക്കൾ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷമം തോന്നിപ്പോകരുത്. കൊനാലി എഴുതി വെക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ പിന്നെ മലബാറിന്റെ മക്കളാണ്, അതുകൊണ്ട് പ്രത്യേകമായ സൈന്യത്തിനെ ഞങ്ങൾക്ക് പറഞ്ഞയച്ചു തരണം. അങ്ങനെയാണ് MSP എന്ന് പറയുന്ന ക്യാമ്പുകൾ മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും തുടങ്ങിയത്. മലബാർ സ്പെഷ്യൽ പോലീസ് മലബാറിന്റെ മക്കളെ അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി. പിന്നീട് വന്ന കലക്ടർ എഴുതി വെച്ചിട്ടുണ്ട്, ചരിത്രത്തിന്റെ അധ്യായമാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, 2 കൂട്ടരെ മാത്രമേ ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ ബയനറ്റുകളും തോക്കുകളും എല്ലാം ഉണ്ടായിരുന്നിട്ടും സ്വന്തം സഹോദരങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് മയ്യത്തായി കിടക്കുന്ന ജ്യേഷ്ഠന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊന്ന് ബ്രിട്ടീഷുകാരന്റെ ബയനറ്റിന്റെ നേരെ വന്നിട്ടുള്ള ഒരു സമൂഹത്തിനെ മാത്രമേ ഞങ്ങൾ കൊണ്ടുള്ളൂ. അത് 2 പ്രദേശം മാത്രം. ഒന്ന് ദയൂബന്ദ് ഉൾക്കൊള്ളുന്ന ഉലമാക്കളുടെ ആ പ്രദേശം, മറ്റൊന്നാകട്ടെ മലബാറിന്റെ പ്രദേശം. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ തൂക്കിലേറ്റിയ ആ കോട്ടക്കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് തൂക്കിലേറ്റാൻ സമയത്ത് പാവം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി അവസാനമായി ആവശ്യപ്പെട്ടത് നീണ്ട താടിയുള്ള മനുഷ്യനായിരുന്നു. അന്ന് ബ്രിട്ടീഷുകാര് ശിക്ഷയായി കൊടുത്തിരുന്നതാണ്. ഇതും ചരിത്രം വായിച്ചാൽ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ എന്തായിരുന്നു മുസ്ലിമീങ്ങൾക്ക് ശിക്ഷയായി കൊടുത്തിരുന്നത്? താടി വടിക്കലായിരുന്നു, താടി വടിപ്പിക്കുമായിരുന്നു. അത് കൊല്ലുന്നതിനേക്കാൾ അവർക്ക് വല്ലാത്ത ഖേദമായിരുന്നു. ആരും വിമിഷ്ടപ്പെടരുത് സഹോദരന്മാരെ, ഞാൻ ചരിത്രത്തിന്റെ അധ്യായം പറയുകയാണ്. പാവം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ അന്ന് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിട്ടുള്ള ആ വ്യക്തിത്വത്തിനെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയുടെ കോട്ടക്കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് കെഞ്ചി പറഞ്ഞത്, നിങ്ങൾ എന്നെ തൂക്കിലേറ്റിക്കൊള്ളുക, പക്ഷെ ഒരിക്കലും എന്റെ താടി നിങ്ങൾ വടിക്കരുത് എന്നാണ്. ദീനിനെ സ്നേഹിച്ച മനുഷ്യന്മാരെ മുഴുവൻ ഭയപ്പെട്ടത് ഇത്തരത്തിലുള്ള ദീനുള്ള ആളുകളെയായിരുന്നു. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ആദരിക്കുകയുണ്ടായി ഇക്ബാലിനെ. സർ സയ്യിദ് മുഹമ്മദ് ഇക്ബാൽ, അല്ലാമ ഇക്ബാൽ. അദ്ദേഹം അവസാനം സർ ബിരുദം വാങ്ങിയിട്ട് നടത്തിയൊരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർമാരാണ് ഇരിക്കുന്നത്, വലിയ വലിയ ബ്രിട്ടൻ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രതിനിധികളാണ് മുന്നിലിരിക്കുന്നത്. പക്ഷേ ഇക്ബാൽ സംസാരിച്ചത് ഇങ്ങനെയാണ്, യൂറോപ്പിലേക്ക് വിജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഈ യൂറോപ്പിന്റെ ഈ തെരുവിൽ മാണിക്യം പോയിട്ട് മുത്തുപോയിട്ട് ഒരു ചരൽക്കല്ല് പോലും നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചില്ല. ദീനിയായ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥമായ സംസ്കാരത്തിന്റെ ഒരു ചരൽക്കല്ല് പോലും യൂറോപ്പിന്റെ പ്രതിനിധികളെ നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചില്ലല്ലോ. എന്താണ് ഇതിന്റെ കഥ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സ്പെയിനിലേക്ക് യാത്ര തിരിച്ചത്. സ്പെയിനിന്റെ പൊളിഞ്ഞു ചാടാറായ ആ വലിയ മസ്ജിദിന്റെ, അന്ന് 10,000-കണക്കിന് ആളുകൾ നിന്ന് നിസ്കരിച്ചിരുന്ന കൊർഡോവ യൂണിവേഴ്സിറ്റിയിലെ ആ പ്രബുദ്ധമായിട്ടുള്ള മസ്ജിദിന്റെ മുനാരത്തിന്റെ ആ ഭാഗത്തിരുന്നിട്ട് അദ്ദേഹം എഴുതിയ കവിതയാണ് തരാനെ മില്ലി, ചീനോ അറബ് ഹമാര, ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറഞ്ഞു തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കുന്ന കവിത. അതിൽ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, യൂറോപ്പിന്റെ സംഭവങ്ങൾ പല ഭാഗങ്ങളിലും അദ്ദേഹം കവിതയിൽ ഉദ്ധരിക്കുന്നു. 1000-കണക്കിന് ഗ്രന്ഥങ്ങളാണ് ചരിത്രത്തിൽ നമുക്ക് കിട്ടുക. യൂറോപ്പിന്റെ തകർച്ച, ഡിസ്ട്രക്ഷൻ ഓഫ് യൂറോപ്പ്, അതേപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കൃതികൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവസാനം തകർന്നടിഞ്ഞു പോയ സ്പെയിനിനെ നോക്കിയിട്ട് അല്ലാമ ഇക്ബാല് ആ കവിതയിൽ പറയുന്നുണ്ട്, ഏ ഗുലിസ്ഥാനി അന്ദുലുസ് ഓ ദിൻ ഹയാദ് തുജ്കോ താത്തേരി ഢാലിയോമേ ജബ് ആഷിയാൻ ഹമാര. ഇപ്പോഴും നിന്റെ ചില്ലകളിൽ കൂടുവെച്ച ആ ദിനത്തെക്കുറിച്ച് നിനക്കോർമ്മയില്ലേ സ്പെയിൻ പൂങ്കാവനമേ? ഞങ്ങൾ മുസ്ലിം സമൂഹം വന്നിട്ട് സംസ്കാരത്തിന്റെ രീതിയിൽ നിന്റെ ചില്ലകളിൽ വെച്ച് കൂടുവെച്ചത് നിനക്കോർമ്മയില്ലേ? മൂജ് തജ്ല ദൂബി പെഹ്ചാനയേ ഹംകോ അബ് തക് ഹെ തേരി ദരിയ അഫ്സാന ഖ്വാ ഹമാര. സംസ്കാരങ്ങളുടെ മുഴുവൻ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന ചരിത്രം പഠിച്ചാൽ യൂഫ്രട്ടീസ് നദിയെ പോലെ,
ടൈഗ്രീസ് നദിയെ പോലെ ലോകത്തിലെ സാംസ്കാരികപരമായി ഏറ്റവും നവോത്ഥാന പ്രക്രിയ നടത്തിയ 2 പുഴകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ലോകത്തിൽ അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വ്യാഖ്യാനമുള്ള നൈൽ നദി പോലെ ഏറ്റവും വലിയ വ്യാഖ്യാനമുള്ള 2 നദികളാണ്, ഒന്ന് ടൈഗ്രീസും മറ്റൊന്ന് യൂഫ്രട്ടീസും. അതിനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഏ ഗുലിസ്ഥാനെ അന്ദുലുസ് ഓ ദിൻ ഹേ ആദ് തുജ്കോ താതേരി ഢാലിയോ മേ ജബ് ആശിയാൻ ഹമാര. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഏ മൂജ് ദജ്ല തൂബി, ഏ ദജ്ലയുടെ ഏ യൂഫ്രട്ടീസിന്റെ തിരമാലകളെ अब पहचाने ए है हमको अब तक है तेरी दरिया अफसाന ഖ്വാ ഹമാര. ഇന്നും നിന്റെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, നൂറ്റാണ്ടുകൾക്ക് ശേഷവും നിന്റെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടല്ലയോ. ഏ യൂറോപ്പേ, നിന്നെ തുണിയുടുക്കാൻ പഠിപ്പിച്ചത്, നിന്നെ സംസ്കാരം പഠിപ്പിച്ചത് ഞങ്ങൾ മുസ്ലിമീങ്ങളല്ലയോ. കാട്ടാളന്മാരെ പോലെ നടന്നിരുന്ന യൂറോപ്യൻ ജനതയെ നിങ്ങളെ വസ്ത്രമുടിപ്പിച്ചത് ഞങ്ങളല്ലയോ. കാട്ടാളനെ പോലെ ജീവിച്ചിരുന്ന ഏ യൂറോപ്പിന്റെ സന്തതികളെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനുഷ്യനാകേണ്ടത് എന്ന് പഠിപ്പിച്ചത് ഖുർത്തുബ യൂണിവേഴ്സിറ്റിയിൽ വെച്ചല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കവിതകളിൽ ചിന്നി കിടക്കുന്ന അദ്ദേഹത്തിന്റെ വരികൾ, മൗലാന അബുൽ ഹസൻ നദ്വി സാഹിബിന്റെ താരീഖിന്റെ ഗ്രന്ഥങ്ങൾ, ഇതേപോലെ തന്നെ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ള ആളുകളുടെ പ്രഭാഷണത്തിന്റെ മിന്നലാട്ടങ്ങൾ എല്ലാം നടക്കുന്നത് ഈ യൂറോപ്പിനെ പറഞ്ഞുകൊണ്ടാണ്. യൂറോപ്പിൽ നിന്നൊരു ചരൽക്കല്ല് പോലും വാരിയെടുക്കാൻ ഞങ്ങൾക്കായില്ല. മൗലാന മുഹമ്മദ് അലി ജൗഹർ ആരാണ്? മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ വെറും ഒരു പാരഗ്രാഫിൽ ഒതുക്കിയില്ലേ നമ്മൾ? വെറും ഒരു പാരഗ്രാഫിൽ. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഹാഫിളായിരുന്നു, ആലിമായിരുന്നു, പൂർണ്ണമായ സുന്നത്തനുസരിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു. പാവം ഉമ്മയാണ് അദ്ദേഹത്തിനെ വല്ലാണ്ട് വളർത്തി വലുതാക്കിയത്. വാപ്പയില്ലാതെ ജീവിച്ച മക്കളെ ഷൗക്കത്ത് അലിയെയും മുഹമ്മദ് അലിയെയും കുറച്ചു കഴിഞ്ഞപ്പോൾ പിതാവ് മരണപ്പെട്ടു പോകുന്നുണ്ട്. അവരെ കണ്ണോട് ചേർത്ത് കാതോട് ചേർത്ത് സ്വന്തം കരളെന്ന പോലെ പാവം ബീഗം വളർത്തിയെടുക്കുകയുണ്ടായി ഉമ്മ. ആ ഉമ്മ അവസാനം യൂറോപ്പിലേക്ക് പറഞ്ഞയക്കുകയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ. മൗലാനയായ ജൗഹറിനെ യൂറോപ്പ് ആദരിക്കുന്ന ഏറ്റവും വലിയ ഈറ്റില്ലമായ ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും പ്രഭാതമായ കോഴ്സായിട്ടുള്ള, ഏറ്റവും ഉന്നതമായ കോഴ്സായിട്ടുള്ള ലോ എന്ന് പറയുന്ന നിയമ പഠനത്തിന് വേണ്ടി ഉമ്മ വിടുകയാണ്. എന്തിനാണ്? അഡ്വക്കേറ്റായിട്ട് പൈസ വാങ്ങാനല്ല, ലോകത്തിന്റെ മുമ്പിൽ ഞാൻ കേമനായ അഡ്വക്കേറ്റാണെന്ന് പറയാനല്ല. അന്നാകെ 5 കുടുംബത്തിലെ ആളുകൾ മാത്രമേ യൂറോപ്പിലേക്ക് പഠിക്കാൻ പോകാറുള്ളൂ. അവർക്ക് അതിന് സാധിക്കുമായിരുന്നുള്ളൂ. ഒന്ന് ഗാന്ധി കുടുംബം, മറ്റൊന്ന് നെഹ്റു കുടുംബം, പിന്നൊന്ന് ഠാക്കൂർ കുടുംബം, പിന്നൊന്ന് ഖാൻ കുടുംബം, പിന്നൊന്ന് പട്ടാൻസ് കുടുംബം. ഈ 5 കുടുംബത്തിലെ ആളുകൾക്ക് മാത്രം പഠിക്കാൻ സമയമുണ്ടായിരുന്ന, സന്ദർഭമുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ വ്യക്തിയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. പോകുന്ന സമയത്ത് ഉമ്മ ഒരു കർച്ചീഫ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, മോനെ നിന്നെ ഞാൻ ഹാഫിലാക്കി, നീ ഇന്നു മുതൽ മോനെ നീ ഒരൊറ്റ ദിവസം പോലും ഇത്ര ജുസ് ഓതാതെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 ജുസ് എന്നാണ് പറയുന്നത്, ഇത് ഓതാതെ നീ കിടന്നുറങ്ങരുത്. ദീർഘമായി തഹജ്ജുദ് നിസ്കരിക്കാതെ ഒരൊറ്റ ദിവസം പോലും നീ ഉറങ്ങരുത്. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അവസാനം ഒരു കർച്ചീഫ് കൊടുത്തുകൊണ്ട്, ഒരു തൂവാല കൊടുത്തുകൊണ്ട് ഉമ്മ പറയാണ്, നിന്നെക്കുറിച്ച് ഓർത്തോർത്ത് കരഞ്ഞ, ധാരാളമായി കരഞ്ഞ, കണ്ണീരൊപ്പിയ ഒരു തൂവാലയാണിത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഈ ഉമ്മയെ ഓർക്കണമെന്ന് നിനക്ക് മോഹമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നീ തൂവാല എടുത്തൊന്ന് മൂക്കത്ത് വാസനിച്ചാൽ മതി, ഒന്ന് വെച്ചാൽ മതി. എന്റെ കണ്ണുനീരിന്റെ ഗന്ധം നീ അറിയും. എന്റെ കണ്ണുനീർ എത്ര ഉപ്പുരസമുണ്ടായിരുന്നെന്ന് നിന്റെ മൂക്ക് നിനക്ക് പറഞ്ഞു തരുമടാ മോനെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് യാത്രയാക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇങ്ങനൊരു ഉമ്മയാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇങ്ങനെ മൗലാന മുഹമ്മദ് അലി ജൗഹർമാരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമോ? ഹാഫിളായ ആലിമായ ആളെ പിന്നെ പറഞ്ഞയക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി, ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മൗലാന അവിടെ കുറെ കാലം ജീവിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എഴുതി വെക്കുന്നുണ്ട്, ഏതാണ്ട് 5 വർഷത്തോളം ഞങ്ങൾ ലണ്ടനിൽ ഒരു റൂമിലാണ് കഴിഞ്ഞത്. പക്ഷേ ഒറ്റ ദിവസം പോലും തഹജ്ജുദ് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ മരം കോച്ചുന്ന ലണ്ടന്റെ തണുപ്പത്ത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കമറുദ്ദീൻ എഴുതി വെക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഇത്രയും തണുപ്പുള്ള പ്രദേശത്തും ഇദ്ദേഹത്തിന്റെ ആവേശം എന്തായിരിക്കാം? ഇദ്ദേഹത്തിന്റെ പ്രചോദനം എന്തായിരിക്കാം? ഉള്ളിലുള്ള തൗഹീദാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്.
അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് അല്ലാമ ഇക്ബാൽ ഇവിടെ നിന്നൊരു കത്തെഴുതുന്നത്. അദ്ദേഹത്തിന്റെ കവിതയിൽ, ജൗഹർ, ഇവിടെ ഓരിയിടാൻ കുറെ കുരുക്കന്മാരുണ്ട്, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ കുറെ ചെന്നായിക്കൂട്ടങ്ങളുണ്ട്, പക്ഷേ ഗർജിക്കാൻ ഒരു സിംഹം മാത്രമില്ലല്ലോ ജൗഹർ, അതുകൊണ്ട് ഗർജിക്കുന്ന സിംഹമേ വന്നാലും എന്ന് പറഞ്ഞ് അല്ലാമ ഇക്ബാൽ ഒരു കത്ത് കൊടുത്തു വിടുന്നു. 1936 അല്ലാമ ഇക്ബാലിന്റെ മരണമെന്നാണ് എന്റെ ഏറ്റവും പ്രബലമായ ഹിസ്റ്റോറിക്കലിയുള്ള അറിവ്. ഇതേപോലെ തന്നെ 1931 മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മരണം. അങ്ങനെ അദ്ദേഹം 1929-30 തിരിച്ചു വരുന്നു. അങ്ങനെ ഇന്ത്യയിൽ അദ്ദേഹം തിരിച്ചു വരുന്ന സന്ദർഭത്തിലും ഗാന്ധിജി അടക്കമുള്ള സംഘം അന്ന് ജയിലിലായിരുന്നു. ഈ ഗാന്ധിജി ഏത് തൊപ്പിയായിരുന്നു ഇട്ടിരുന്നത്? ചരിത്രം നമുക്ക് പറഞ്ഞു തരും. ദയൂബന്ദി ഉലമാക്കളുടെ തൊപ്പി. ഈ ഗാന്ധിജി ഏത് തൊപ്പിയായിരുന്നു ഇട്ടിരുന്നത്? ചരിത്രം നമുക്ക് പറഞ്ഞു തരും. അത് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ തൊപ്പി. അത്രക്കും ഇഷ്ടമായിരുന്നു മറ്റു സമൂഹത്തിന്, മറ്റു സമുദായത്തിന്. ഇവിടെ സീറ്റ് ഉണ്ട് കേട്ടോ. കുറെ ആൾക്കാർ അവിടെ നിന്ന് കേൾക്കുകയാണ്. ഇവർക്ക് ഇവിടെ വന്നിരിക്കാം. കുറച്ചും ഇങ്ങോട്ട് കയറി ഇരുന്ന് കൊടുത്താൽ അവർക്ക് ഇവിടെ സീറ്റ് ഉണ്ടാവും. സീറ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് കയറി വന്നോളൂ ഇൻഷാ അല്ലാഹ്. അങ്ങനെ മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഗാന്ധിജി അന്ന് ജയിലിലായിരുന്നു. അദ്ദേഹം വന്ന സമയത്ത് അങ്ങനെ സുപ്രീം കോർട്ട് അന്ന് ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലായിരുന്നു. ആ ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ ഉണ്ടായിരുന്ന സുപ്രീം കോർട്ട്, 80 രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് ചക്രവർത്തിയുടെ സുപ്രീം കോർട്ട്, ഇന്ത്യയുടെ നിയമങ്ങൾ വിധിയായി വിലക്കുകളായി അന്ന് മുഴങ്ങിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരന്റെ സുപ്രീം കോർട്ട്. ആ സുപ്രീം കോർട്ടിൽ അന്ന് ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ മാത്രം നടന്നിരുന്ന കാലഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ കയറിക്കൊണ്ട് വാദിച്ചത് ഈ ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് ഈ പാവം മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. ഈ ജൗഹർ വാദം നടത്തിയിട്ടാണ് ഗാന്ധിജിയെ പോലും ചരിത്രപരമായി ആ കല്ലറകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ കാണുന്ന ഈ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. വലിയ ഭിത്തികളാൽ നിർമ്മിക്കപ്പെട്ട ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ അവസാനം രണ്ടാമതായി അദ്ദേഹം പുറപ്പെട്ടു, പിന്നെയും ബ്രിട്ടനിലേക്ക്, സ്വാതന്ത്ര്യത്തിനു വേണ്ടി. ചരിത്രത്തിൽ അവഗാഹമുള്ള സഹോദര ചിന്തിക്ക്, 1931 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്ന് നമ്മുടെ അയൽ രാജ്യം കൂടി, നമ്മുടെ മഴ വന്നോ? മഴ വന്നാ പിന്നെ രക്ഷയില്ല. അല്ലാഹുമ്മ ഹവാ അലൈനാ വഅലാ അലൈനാ. എന്ത് ചെയ്യണം? മഴ അനുഗ്രഹമാണ്, റഹ്മത്ത് വന്നോട്ടെ. ഏതായാലും അത് നമ്മൾ പഠിക്കണ്ട. ലാ തസുബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ. നിങ്ങൾ ഒരിക്കലും കാലഘട്ടത്തെ ചീത്ത വിളിക്കരുത്, തീർച്ചയായും ഞാൻ തന്നെയാണ് കാലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. അതുകൊണ്ട് അത് നടന്നോട്ടെ, മാഷാ അല്ലാഹ്. സഹോദരന്മാരെ, അങ്ങനെ മൗലാന മുഹമ്മദ് അലി ജൗഹർ 1931 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്ന് ഗാന്ധിജി അടക്കമുള്ള സംഘം വിട്ടത് ജൗഹറിനെയാണ്, ബ്രിട്ടനിലേക്ക്. ഞാൻ പറഞ്ഞു വന്നത്, ഭൗതികപരമായി മാത്രം ചിന്തിക്കുന്ന നമ്മൾ, നമ്മുടെ മക്കളെ അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ചരിത്രമാണ്. ലോകത്തിൽ ഇനി ഒരിക്കലും അങ്ങനെയുള്ളൊരു ചരിത്രമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഭൗതികാർത്ഥത്തിൽ ഇനി നമ്മുടെ മക്കൾക്കൊന്നും ചിലപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ സാധിക്കുകയില്ല. അതെന്തുകൊണ്ട് പറ്റുകയില്ല എന്ന് പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊന്നും കിട്ടാനുള്ള അത്രമാത്രം ഐക്യവും അത്രമാത്രമൊന്നും സ്കിൽ സെറ്റുകളൊന്നും നമ്മുടെ കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുന്നില്ല. അതുമായി ബന്ധപ്പെട്ടവരുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങളോട് പറയാണ്, കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ സ്കില്ലിനൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. വെറും A+ വാങ്ങിക്കലാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അത് നമുക്ക് പറയാം വഴിയേ. അങ്ങനെ മൗലാന മുഹമ്മദ് അലി ജൗഹർ അവിടെ പോയിട്ട് സംസാരിക്കുകയാണ്. അതിനു മുമ്പ് ചരിത്രത്തിൽ വലിയ ഒരു ഭാഗമുണ്ട്, വലിയ ഒരു ചാപ്റ്റർ ഉണ്ട്, നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്ന് നമ്മുടെ അയൽ രാജ്യവും നമ്മളോടൊപ്പമാണ്.
വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പോവുകയാണ്. ആ സന്ദർഭത്തിൽ ബോംബെയിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ, ലണ്ടനിലേക്ക് കപ്പൽ കയറുമ്പോൾ, വിക്ടോറിയ കപ്പലിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തോട് ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, ഗാന്ധിജി അടക്കമുള്ള സംഘം അദ്ദേഹത്തോട് ചോദിച്ചു, മൗലാന, വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ? നിങ്ങൾ അവിടെ പറയാൻ പോകുന്ന പ്രകടന പത്രിക എന്താണ്? ആ സമയത്ത് തന്റെ ഷെർവാണിയിൽ നിന്നും വിശുദ്ധ ഖുർആന്റെ കോപ്പി എടുത്തുയർത്തിക്കൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞ വാക്കിതാണ്, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ, ഇറ്റ്സ് ഓൺലി മൈ മാനിഫെസ്റ്റോ. എനിക്ക് പറയാനുള്ളത് ഈ പ്രകടന പത്രിക മാത്രമാണ്, ഇതിലുള്ള കാര്യം മാത്രമാണ്. സഹോദര, ചിന്തിക്ക്. നമ്മുടെ മക്കൾക്ക് ഇനി സാധിക്കുമോ ഇന്ത്യയുടെ പ്രതിനിധിയായി ബ്രിട്ടനോട് പോയി സംസാരിക്കാൻ? നമുക്കിനി സാധിക്കുമോ നമ്മുടെ മക്കൾക്ക് ലോകത്തിന്റെ ഏറ്റവും വലിയ ചക്രവർത്തിമാരോട് നമ്മളെ മക്കളെ ആരയക്കാനാണ്? പക്ഷേ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ അയക്കുകയാണ്. പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ മുഴുവനും വോട്ട് ചെയ്തിട്ട് അവിടുത്തെ സ്റ്റുഡന്റ് എഡിറ്ററാകാൻ ഭാഗ്യം കിട്ടിയ ഏക ഏഷ്യക്കാരനാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഭാഷയിൽ അങ്ങേയറ്റത്തെ നിപുണത, ഖുർആനിലും ഹദീസിലും അങ്ങനെ തന്നെ. പക്ഷേ പാവം ഉമ്മാക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട മകൻ അവസാനം ബ്രിട്ടനിലെത്തി തന്റെ പ്രസംഗം തുടങ്ങുമ്പോൾ, ജോർജ് അന്ന് 80 രാജ്യങ്ങളെ ഒന്നിച്ചു ഭരിക്കുന്ന, ഇൻഡയറക്റ്റായും ഡയറക്റ്റായും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് ആകെ കൊടുത്തത് ഈ കാണുന്ന ഈ വ്യക്തി ഇവിടെ ചിലപ്പോൾ പറഞ്ഞു പകർന്ന് അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കുമോ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്ത സമയം 5 മിനിറ്റാണ്. വെറും 5 മിനിറ്റ്. ആ സന്ദർഭത്തിൽ ജൗഹർ തന്റെ പ്രസംഗം തുടങ്ങുന്നത്, ഹംദും സലാത്തും തുടങ്ങിയിട്ട് തന്റെ പ്രസംഗം തുടങ്ങുന്നത്, മിസ്റ്റർ ജോർജ്, ഹോണറബിൾ ജോർജ്, ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores. ഞാൻ 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് എനിക്ക് 32 മിനിറ്റ് താ. 1 കോടി ജനതക്ക് 1 മിനിറ്റ് താ. അങ്ങനെ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് 32 കോടി ജനതക്ക് 32 മിനിറ്റ് താ. അതൊന്നത്തെ ബ്രിട്ടീഷുകാരുടെ കണക്കാണ്. 1931 എന്തായാലും ഇന്ത്യ മഹാരാജ്യത്തിൽ, അതും അയൽ രാജ്യമടങ്ങുന്ന രാജ്യത്തിൽ 31 കോടി ജനങ്ങളല്ല. അന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ പറഞ്ഞു പറ്റിച്ചത് അത്ര മാത്രമേ കണക്കായിട്ടുള്ളൂ. അവസാനം മൗലാന മുഹമ്മദ് അലി ജൗഹർ ജോർജിന്റെ മുമ്പിൽ പ്രസംഗം നടത്തി അവസാനം ജോർജ് കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ നീളം താടിയും വെച്ച്, തുർക്കി തൊപ്പിയും വെച്ച്, നീളം കുപ്പായവും ധരിച്ച് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗം തുടർന്നു. മൈ ബിലവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം he said that, എന്റെ സ്നേഹഭാജനമായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ജോർജ് നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു, സ്റ്റോപ്പ് ദെയർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ. ഇവിടെ പറയണ്ട, ഇവിടെ സൂചിപ്പിക്കണ്ട, അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയരുത്, ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല. ആ സമയത്ത് ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്, തന്റെ മേശയിൽ കൈയടിച്ചുയർന്നുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞ വാക്ക് ഇന്നും ചരിത്രത്തിലെ തങ്കലിപികളാൽ എഴുതപ്പെട്ട് കിടക്കുകയാണ്. മിസ്റ്റർ ജോർജ്, if you ask about my religion, firstly, secondly, finally, I'm a Muslim only, Mr. George. If you ask about my nation, Mr. George, firstly, secondly, finally, I am an Indian only, Mr. George. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ മതത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാൻ മാത്രമാണ് മിസ്റ്റർ ജോർജ്. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണോ? എങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഭാരതീയനാണ്, ഞാനൊരു ഭാരതീയൻ മാത്രമാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് മിസ്റ്റർ ജോർജ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന തന്റെ പ്രസംഗത്തിന്റെ അവസാന 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.25 മണിക്കൂർ ബക്കിംഗ്ഹാം കൊട്ടാരം തരിച്ചു നിന്നു. ആ ചരിത്ര മുഹൂർത്തത്തെ കുറിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന്റെ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധാരാളം പ്രഭാഷകരും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ധാരാളം എഴുത്തുകാർ ധാരാളം എഴുത്തുകളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്റെ ജൗഹറിനെ പോലെ, എന്റെ മൗലാനയെ പോലെ ഒരാൾ പോലും ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്ന് ഗാന്ധിജി പോലും കുറിച്ചു വെച്ചെങ്കിൽ എന്തായിരിക്കാം ആ പ്രസംഗം? അവസാനം ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ മിസ്റ്റർ ജോർജ്, ഐ നീഡ് 6 feet ഹിയർ, ഒന്നുകിൽ 6 അടി മണ്ണ് ഇവിടെത്താ, അല്ലെങ്കിൽ എന്റെ രാജ്യത്തിന് നീ സ്വാതന്ത്ര്യം തരത്താ, എന്റെ രാജ്യത്തിന്. പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക്? ഇല്ലല്ലോ? ഒന്നും വിചാരിക്കരുത് കേട്ടോ. അവന്റെ പ്രൊഫഷൻ ചെയ്യാണ്, ഞാൻ എന്റെ പ്രൊഫഷൻ ചെയ്യാം. 1-2 CD തന്നെ വന്നാകെ കുടുങ്ങിപ്പോയിട്ട്, അതുകൊണ്ടാണ്. ഒന്നും വിചാരിക്കരുത് പ്ലീസ്. ശബ്ദം കിട്ടിക്കഴിഞ്ഞാൽ കേൾക്കുന്നത് പ്രശ്നമില്ല,
പക്ഷെ ഈ കാണുന്നത് പ്രശ്നമാണ് എന്നാണ് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസമാണ്. എന്താന്ന് വെച്ചാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയിലെ നേതൃത്വം വഹിക്കുന്ന ഒരു സ്ത്രീ, ഏത് സംഘടന എന്ന് പറയുന്നില്ല, അവിടെ ഭർത്താവിനോടൊപ്പം എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നുണ്ടായി. മറക്കപ്പുറത്ത് നിന്നിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് ഭർത്താവിനെയല്ല ഇഷ്ടം, ഇന്ന പ്രഭാഷകനെയാണ് എന്നാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ വാക്കാണ്. എനിക്ക് ഭർത്താവിനേക്കാൾ ഇഷ്ടം ഇന്ന പ്രഭാഷകന്റെ പ്രസംഗം ഞാൻ നല്ലോണം കേൾക്കും, എനിക്ക് അവസാനം മൂപ്പരോട് ഭയങ്കര ഇഷ്ടമായി തോന്നി, ഞാൻ എന്താ ചെയ്യാ, ദീനീ പ്രസംഗ കേൾക്കണത്. ഞാൻ കൗൺസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ മനഃശാസ്ത്ര പഠിച്ചൊരാള്, പഠിപ്പിക്കുന്ന ഒരാൾ എന്ന നിലക്ക് കൗൺസിലിങ്ങിന് ആളുകൾ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചതാണ്. നെട്ടിത്തെരിക്കുന്ന കാര്യങ്ങളാണ് സിഡിയിലൂടെ ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. നിങ്ങൾ നടത്തുകയാണെങ്കിൽ നടത്തിക്കോളൂ, വേറെ കാര്യം. എന്ന് വെച്ചിട്ട് നടത്തുന്നത് ഹറാമാണെന്നോ വേറെ ഭയങ്കര സംഭവമാണെന്നൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ കാണേണ്ടി വന്നേക്കാം, കേൾക്കേണ്ടി വന്നേക്കാം. അതൊക്കെ വേറെ സംഭവങ്ങൾ. ഉലമാക്കൾ അതിന്റെ ഫത്വകൾ ഉണ്ടാവും, അവർ അംഗീകരിച്ചും അനുസരിച്ചും നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അത് വേണ്ട എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. മൗലാന മുഹമ്മദ് അലി ജൗഹർ തന്റെ പ്രസംഗത്തിൽ അവസാനം പറഞ്ഞ വാക്കുകൾ, 6 അടി മണ്ണ് താ, അല്ലെങ്കിൽ എനിക്കെന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം താ. അവസാനം ജോർജ് കേട്ട് നിന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം ധരിച്ചു നിന്ന സമയം അവിടെ കുഴഞ്ഞു വീഴുകയും അവസാനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് അദ്ദേഹം വസിയത്തുകൾ എഴുതുകയും ആശുപത്രിയിൽ വെച്ചിട്ട് അദ്ദേഹം തെൻഹായി എന്നറിയപ്പെടുന്ന ഒരു കവിത എഴുതുകയും ആ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനന്ന് കണ്ണടക്കുമ്പോഴേക്ക് ചിലപ്പോൾ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ കടന്നു വരുന്നു. ഹദീസ് പ്രകാരം എന്തായിരുന്നു രൂപമെന്നും എന്തായിരുന്നു കോലമെന്നും എന്തായിരുന്നു ഭാവമെന്നും നന്നായിട്ട് അറിയുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറാണ് ഈ പറയുന്നത്. എന്റെ ഉറക്കത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. എന്തുകൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി, ഒരുപാട് ചിന്തിച്ചു നോക്കി. അവസാനം എനിക്കൊരു ഉത്തരം കിട്ടി. എന്റെ ഉമ്മ എന്നെ ചെറുപ്പം മുതലേ സുന്നത്തനുസരിച്ച് ജീവിപ്പിച്ചതിന്റെ ഒരു മിന്നലാട്ടമാണ് ഞാൻ ഈ കാണുന്നത് എന്ന്. ഇതെന്റെ പ്രത്യേകതയല്ല, ഇതെന്റെ ഉമ്മയുടെ പ്രത്യേകതയാണ് എന്ന് അദ്ദേഹത്തിന്റെ കവിതയിൽ ശകലത്തിൽ എഴുതി വെക്കുന്നുണ്ട്. സഹോദരന്മാരെ, മൗലാന മുഹമ്മദ് അലി ജൗഹർ അവസാനത്തെ വസിയത്ത് പ്രകാരം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവസാനം ഇംഗ്ലീഷിലും എഴുതി, ദേ ആർ വെയിറ്റിംഗ് ഫോർ മീ, അവരെന്നെ കാത്തിരിക്കുകയാണ്. പാവം ഇന്ത്യയുടെ ജനത, ഇന്ത്യയുടെ മുസ്ലിങ്ങൾ, ഇന്ത്യയുടെ ഹൈന്ദവർ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ, ഇന്ത്യയിലെ മറ്റ് ജാതിക്കാർ എല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തേടി വന്നിട്ടുള്ള ഞാൻ തിരിച്ചതും കൊണ്ട് പോകുന്നതും കാത്തവര് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിലേക്ക് പ്രത്യേകിച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ മയ്യത്തിനെ കൊണ്ടുപോകരുത്. അങ്ങനെയെങ്കിൽ എന്റെ മയ്യത്തിനെ കഫൻ ചെയ്യാനും എന്റെ മയ്യത്തിനെ അടക്കം ചെയ്യപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസാണ്. പ്രവാചകന്മാരാൽ അടക്കം ചെയ്യപ്പെട്ട, അല്ലെ പ്രവാചകന്മാരെ അടക്കം ചെയ്യപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിൽ അടക്കം ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് വഴിക്ക് വെച്ച് മരണപ്പെട്ടതും ബൈത്തുൽ മുഖദ്ദസിൽ അദ്ദേഹത്തിന്റെ ഖബർഗേഹം ഒരുക്കിയതും. ചരിത്രത്തിന്റെ വ്യാഖ്യാന പ്രകാരം അവിടെ ഇന്നും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഒക്കെ വഫാത്തായി അവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടത് എന്ന അതേ ഏരിയയിൽ തന്നെയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയും അടക്കം ചെയ്യപ്പെട്ടത്. അന്ന് ചരിത്രകാരന്മാർ ഫലകത്തിൽ എഴുതി വെച്ചു, ജൗഹറിനെ അടക്കം ചെയ്ത അന്ന് ഫലകത്തിൽ, ഹിയർ വാസ് ബറീഡ് മിസ്റ്റർ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഈസ് ദ ജെംസ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യ ചരിത്രത്തിന്റെ രത്നമെന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത്ര നീട്ടിപ്പരത്തി മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഈ കഥ പറഞ്ഞത് എന്തിനാണ്? ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ കേദാരമെന്നറിയപ്പെടുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വിദ്യാർത്ഥി അവസാനം വരെ നടന്നത് ഈ ഖുർആൻ അധിഷ്ഠിതമായിട്ടാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്കൊരിക്കലും ആ വിദ്യാഭ്യാസം ഉപകരിച്ചില്ല, ആ വിദ്യാഭ്യാസത്തിൽ എന്തിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഒരു കനൽപദം പോലെ നമ്മുടെ മക്കളെയും ആക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബിനെ ഓക്സ്ഫോർഡിലെ ചെയർ വന്നിട്ട് നേരിട്ടിട്ട് ക്ഷണിച്ചു പോവുകയാണ്, ഞങ്ങൾ ഇസ്ലാമിക് ചെയർ തുടങ്ങിയിട്ടുണ്ട്, ലോകത്തിലെ ആളുകൾക്ക് വന്ന് പഠിക്കാൻ, അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ചെയറാകണമെന്ന് പറഞ്ഞ് റായി ബറേലിയിലെ പാവം കുടിലിൽ വന്നിട്ട്, വിളക്ക് മാത്രം കത്തുന്ന കരണ്ടില്ലാത്ത കുടിയിൽ വന്നിട്ട് മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ വീട്ടിലേക്ക് ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ അമരക്കാരൻ കടന്നു വന്നെങ്കിൽ, സഹോദര, ദീനുള്ളവർക്കും ദീനിന്റെ വിജ്ഞാനമുള്ളവർക്കും എത്ര വലിയ മഹത്വമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്.
ഇന്ന് നമ്മളെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? സഹോദരന്മാരെ, ഒന്ന് ചിന്തിക്കുന്നു. രണ്ടക്ഷരം ഇംഗ്ലീഷ് പറയുമ്പോഴേക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പിന്നാലെ പോവാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ, എന്റെ ഒരു എളിയ അഭിപ്രായം പറയാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒറ്റ മാസം ഒരു ട്രെയിനിങ്ങിന് പോയാൽ മതി. അതിന് 14 കൊല്ലൊന്നും മക്കളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം 14 കൊല്ലം 15 കൊല്ലം പഠിച്ചവർ, ബിടെക് കഴിഞ്ഞവർ, MBBS കഴിഞ്ഞവർ, ഇവരൊക്കെ പോയിട്ട് ഒരു മാസത്തെ കോഴ്സ് ചെയ്യുന്നുണ്ട്. എവിടെ എന്തെന്ന് നമ്മൾ പരസ്യമായിട്ട് പറയുന്നില്ല. ഏതായാലും നമ്മളെ സ്റ്റേറ്റിലല്ല ഈ ഒരു മാസത്തെ കോഴ്സിന് വേണ്ടി പോകുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? 15 കൊല്ലം പഠിച്ചിട്ടും വേണ്ട രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്നുള്ള. അപ്പൊ പിന്നെ ഈ 15 കൊല്ലം ഇംഗ്ലീഷ് പഠിക്കാൻ പോവാതെ നേരിട്ടുകൊണ്ട് പോയാൽ പോരെ? 28 എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വലിയ സംഗമമുണ്ടായിരുന്നു മദ്രാസിൽ. നമ്മൾ അതിൽ പങ്കെടുത്തിരുന്നു. ആ സംഗമത്തിൽ നമ്മൾ നോക്കുമ്പോ 28 എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളിലും കൂടുതലും മലയാളികളുണ്ട്. അവിടെ ഏറ്റവും വലിയ ദുരന്തം എല്ലായിടത്തും മലപ്പുറം ജില്ലക്കാരുണ്ട്. മിക്കവാറും ആൾക്കാർക്ക് 17 പേപ്പർ ബാക്ക്, 20 പേപ്പർ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ തൂറ്റങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ബൈക്കിൽ കറങ്ങി അങ്ങനെ നടക്കുകയാണ്. ഞാനൊരു പ്രത്യേക ഇടത്തെ കുറ്റപ്പെടുത്തുകയല്ല. അതിന് കോയമ്പത്തൂർ പോയാലും അങ്ങനെ തന്നെയാണ്. ബാംഗ്ലൂരിൽ പോയാൽ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ അങ്ങോട്ട് പോവും. നമ്മൾ സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പാവം മലയാളി വിദ്യാർത്ഥികളെ പറ്റിക്കാനും അവരോടൊപ്പം കൂടെ കറങ്ങി നടക്കാനും അവിടെയാകട്ടെ ധാരാളം ആളുകളും. കാരണം ഇവൻ പൊട്ടനാണ്. ഇവന്റെ പിതാക്കന്മാരും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്, എന്നെ പോലെയുള്ള ആളുകൾ. കാരണം പറഞ്ഞ പൈസ ഒക്കെ അയച്ചു കൊടുക്കും. മലയാളി വിദ്യാർത്ഥികൾ അന്യ സമൂഹത്തിന്റെ കൂടെ എത്രയോ മിങ്കിള് ചെയ്ത് ഏത് ആൺകുട്ടികളുടെ കൂടെയല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനത്തെ ലോകം ഒന്നാകെ നമ്മുടെ മുമ്പിൽ നടക്കുകയാണ്. എന്നിട്ട് നമ്മളെ തള്ളിയിടുന്നത് അങ്ങോട്ടാണ്. നമ്മൾ സ്ഥാപനങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. സമൂഹമേ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് AIIMS ആണെങ്കിൽ, അഥവാ ഇന്ത്യയിൽ മെഡിക്കൽ കോളേജിൽ ഏറ്റവും പ്രാവീണ്യം നേടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ വിഭാഗത്തിന്റെ ഹെഡ് എന്നറിയപ്പെടുന്ന ആഫീസ്, അത് ശരിക്കും പറഞ്ഞാൽ AIIMS ആണ്. ഇന്ത്യയിൽ അതിന്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ മറ്റൊരു സെന്റർ ഇല്ല. എല്ലാ മെഡിക്കൽ കോളേജിന്റെയും അപ്പുറം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. AIIMS എന്നിറങ്ങിയ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക നിലവാരമാണ്. പക്ഷേ അതിലുമുണ്ട് നമ്മുടെ പരിചയക്കാർ പഠിക്കുന്നു. നമ്മളും ഡൽഹിയിൽ പോകുമ്പോൾ അവിടെയൊക്കെ പോകാൻ ശ്രമിക്കാറുണ്ട്. പറയുന്നത് അവര് തന്നെ പറഞ്ഞത്, ഒരിക്കലും അങ്ങോട്ട് നമ്മുടെ മക്കളെ പ്രൊമോട്ട് ചെയ്യരുത്. അവര് ഡോക്ടറായെന്നിരിക്കാം, പക്ഷേ സംസ്കാരം മുഴുവനും നഷ്ടപ്പെട്ടു പോകും. IIT എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഈറ്റില്ലമാണ് IIT. ആ IITയിലെ വിദ്യാർത്ഥികൾ നമ്മളോട് പറയാണ്, ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന, ഇവിടൊക്കെ നമ്മൾ പോകാറുള്ളതാണ്. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ചെന്നൈ IITയിൽ പോയിരുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾ നമ്മളോട് പറയാണ്, മീൻസ് ഒരു IIT എല്ലാം പറഞ്ഞത്, IITയിൽ ഒരു കൾച്ചർ. ആ വിദ്യാർത്ഥി കൂട്ടം പറയാണ്, ദയവ് ചെയ്ത് കുട്ടികളെ എഞ്ചിനീയർ ആക്കാൻ IITക്ക് വിടുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ സംസ്കാരം സൂക്ഷിക്കാൻ പ്രയാസമാണ്. ഏത് പെൺകുട്ടിക്കും ഏത് നട്ടപ്പാതിര സമയത്തും ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് കടന്നു വരാം. അതാണ് ഇത്തരത്തിലുള്ള ക്യാമ്പസ്. IIM മാനേജ്മെന്റ് വിദഗ്ധന്മാരുടെ ഈറ്റില്ലം. പഠിച്ചുയർന്നാൽ ഏറ്റവും ടോപ്പിലെത്താം എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇതിൽ നിന്നും അല്പം വിപരീതമല്ല കാര്യം. കുട്ടികളുടെ ഒരു ലോകം വേറെയാണ്. പാവം രക്ഷിതാക്കൾ ഇത് അറിയുന്നില്ല. ഇതിനർത്ഥം ഒരിക്കലും അത് പഠിക്കണ്ട എന്നല്ല. പഠിപ്പിക്കാൻ വിടുന്നെങ്കിൽ പഠിപ്പിക്കിൻ, പക്ഷേ ആദ്യം നമ്മുടെ മക്കൾക്ക് ദീന് കൊടുത്ത്, ഏതൊരവസ്ഥയിലാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറും, ഏതൊരവസ്ഥയിലാണ് മൗലാന അബുൽ കലാം ആസാദും, ഏതൊരവസ്ഥയിലാണോ അല്ലാമ ഇക്ബാലും ഇത്ര വലിയ വിദ്യാഭ്യാസങ്ങളിലേക്ക് പോയത്, ആ അവസ്ഥയിൽ നമ്മളെ മക്കളെ പറഞ്ഞയക്കിൻ. ആദ്യം കൊടുക്കേണ്ടത് ദീനാണ്.
അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ബൃഹത്തായ പഠനത്തിന്റെ അവസാനം അവർ വിധിയെഴുതി. ലോകത്തിലെ പല ഉലമാക്കളെയും കൂട്ടിയിട്ട് വലിയ റിസർച്ച് നടന്ന് 4 കൊല്ലത്തെ റിസർച്ചിന് ശേഷം അവർ പുറത്തുവിട്ടു. 3 വയസ്സിനും 6 വയസ്സിനും ഇടക്കാണ് ഒരു കുട്ടിയുടെ യഥാർത്ഥമായ വിദ്യാഭ്യാസത്തിന്റെ പ്രക്രിയ നടക്കുന്നത്. യഥാർത്ഥമായ പ്രക്രിയ 3 വയസ്സായ ഒരു കുട്ടിയെ കൃത്യമായി ഖുർആൻ കേൾപ്പിച്ചാൽ, നിരന്തരമായി 3 കൊല്ലം കേൾപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഉസ്താദിന്റെ സഹായം കൂടി ഉണ്ടായാൽ 6 വയസ്സാകുമ്പോഴേക്ക് ചിലപ്പോൾ ആ കുട്ടി ഹാഫിളാകും. അതിന് ഏറ്റവും വലിയ തെളിവ് ഇന്നങ്ങനെ 100 കുട്ടികളെ സെലക്ട് ചെയ്ത് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഉലമാക്കൾ ഗ്രാമപ്രദേശങ്ങളിൽ നടത്തിയ പഠനമാണ്. 6 വയസ്സിൽ ഹാഫിളോ? നമുക്ക് ചിലപ്പം വല്ലാണ്ട് തോന്നിപ്പോകും. അതാണ് അസ്സലായ പഠിത്തത്തിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് കുട്ടികൾ പോകും. പിന്നെ അത് നിലനിർത്താൻ എത്ര എളുപ്പമാണ്. 7-ാം വയസ്സിലും അവൻ അതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ പിന്നെ 8-ാമത്തെ വയസ്സിലും അങ്ങനെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ എത്ര ചുരുങ്ങിയ വയസ്സുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹദീസുകളെ മനഃപ്പാഠമാക്കിയത്. അത്ഭുതകരമാണ് സംഭവം. അവിശ്വസനീയമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം എടുത്താലും അങ്ങനെ എത്ര ലക്ഷക്കണക്കിന് നമ്മുടെ കേരളക്കരയിലെ പല ഭാഗത്തും നടന്നിട്ടൊരു പ്രത്യേകമായ ഹിഫ്ളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാവം നിലമ്പൂരിലെ ഒരു മുജീബ് മൗലവി അദ്ദേഹം അത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന് 6 കുട്ടികളിൽ അത് ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് ചെയ്ത മക്കളൊക്കെ അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ എന്തൊരവസ്ഥയിലെത്തി എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ മാസത്തിൽ അവിടെ നടന്നിട്ടുള്ള അവിടുത്തെ വലിയൊരു മത്സരമുണ്ടായി. ഖുർആനിന്റെ ഏത് ഭാഗത്തുനിന്ന് എപ്പോ ചോദിച്ചാലും കുട്ടികൾ അതിന്റെ നമ്പർ പറയും, അതിന്റെ ജുസ് പറയും, അതിന്റെ ആയത്ത് പറയും, അത് മക്കിയാണോ മദനിയാണോ എന്ന് പറയും. നമ്മുടെ മക്കൾക്ക് നല്ല കഴിവുണ്ട്. ഏത് സൂറത്താണ് അവൻ ഓതിയത്? സദസ്സിന് മുസാഫ് തരും. നമ്മൾ മദ്രാസിലും ബോംബെയിലും ഇത് കണ്ടതാണ്. മത്സരത്തിൽ സദസ്സിന് മുസാഫ് തരും. സദസ്സിൽ എല്ലാവർക്കും ഓതാം. ഓരോ തലക്കെന്ന് ഓരോരുത്തർ കണ്ട് ഓതാം. കുട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ടൊരാൾ ഓതിക്കൊടുത്താൽ അതിന്റെ ബാക്കി ഓതും. എന്നിട്ട് പറയും, ദിസ് ഈസ് ദ സൂറ നമ്പർ 3 വേഴ്സസ് നമ്പർ 44. ദിസ് ഈസ് മക്കി ജുസ് നമ്പർ 3. ഇതിവൻ വിളിച്ചു പറയും ഏത് ആയത്ത് പറഞ്ഞാൽ. എന്ത് രീതിയിലുള്ള ഹിഫ്ളായിരിക്കാം പിഞ്ചു കുഞ്ഞുങ്ങളീ നടത്തുന്നത്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും വലിയ കഴിവുണ്ട്. അതിനേക്കാൾ ഖുർആന് ഭയങ്കര മാസ്മരികതയുണ്ട്. ഗുജറാത്തിൽ നമ്മൾ ജമാഅത്ത് പോയ സമയത്ത് അഹമ്മദാബാദ്, ഹിമ്മത്ത് നഗർ പോലെയുള്ള പ്രദേശത്തിൽ ഡോക്ടർമാർ ധാരാളം ഹാഫിളീങ്ങളാണ്, എഞ്ചിനീയർമാർ ധാരാളം ഹാഫിളീങ്ങളാണ്. നൈജീരിയയിൽ നമ്മളൊരു സമ്മേളനത്തിൽ പങ്കെടുത്തു. ധാരാളം രാജ്യക്കാർ വന്നിരുന്നു. 28 രാജ്യക്കാർ, അതിലേറെ പിന്നെയും പല രാജ്യക്കാർ. ആ രാജ്യക്കാരിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകൾ, ഏറ്റവും ഉഷാറായി നിൽക്കുന്ന ജമാഅത്ത് വന്നവരെ കൂടുതൽ പരിചയപ്പെടുമ്പോൾ മിക്കവാറും ആളുകൾ ഹാഫിളീങ്ങളാണ്. അവർ പിന്നെ സയന്റിസ്റ്റ് ആയിട്ടുണ്ടാവും, പിന്നെ ഡോക്ടർ ആയിട്ടുണ്ടാവും, പിന്നെ എഞ്ചിനീയർ ആയിട്ടുണ്ടാവും, പിന്നെ പൈലറ്റ് ആയിട്ടുണ്ടാവും. മിക്ക ആളുകളും ഹാഫിളാണ്. അവർ ആലിമീങ്ങളുമാണ്. ഇനി തുടർന്ന് പഠിക്കാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ അവരെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെയും പഠിക്കാൻ വേണ്ടി തയ്യാറാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ നമ്മളാകട്ടെ വെറും ബ്ലാക്ക് ഷീപ്പ് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 6 വയസ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. മനഃശാസ്ത്രപരമായ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ അസ്സലായ കാര്യം മാത്രമേ അവർ കേൾക്കാവൂ. ലോക ഉലമാക്കളുടെ അവസ്ഥയാണ് അസ്സലായ കാര്യം മാത്രമേ കേൾക്കാവൂ. അതിന്റെ ഇടക്ക് ആരുടെയെങ്കിലും ജൽപ്പനങ്ങളോ സിദ്ധാന്തങ്ങളോ ആ കുട്ടി കേൾക്കരുത്. 6 വയസ്സ് വരെ ഖുർആൻ മാത്രമേ ആ കുട്ടി പഠിക്കാവൂ. ഖുർആന്റെ ബാക്കി ഭാഗതയങ്ങൾ മാത്രമേ പഠിക്കാവൂ. ഇതാണ് ഉലമാക്കളുടെ റിസർച്ച് എന്ന് പറഞ്ഞാൽ അത്രയും വിദഗ്ധമായി പഠനം നടത്തി ധാരാളം മക്കളിൽ എല്ലാം ചെയ്തിട്ട് അവരെ പുറത്തുവിട്ട റിസൾട്ട്. ഖുർആൻ കാണാപ്പാടമാക്കാൻ ചിലപ്പോൾ 6 വയസ്സിലും 9 വയസ്സിലൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ടൊരു ജീവിതം അവർക്കുണ്ടാവും. എന്തു രസമായിരിക്കാം. ഉമ്മയുടെ അടുത്തിരുന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ കേൾക്കാൻ താടയിൽ കൈവച്ച് കാത്തിരിക്കുന്ന ഒരു പിഞ്ചുമോൻ. എന്തൊരു രസമാണ്. ഇന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നത് കേറുന്ന സമയത്ത് തന്നെ കുട്ടി ഷൂ ഒരേറ്റാണ്. ഒരേറ് ഷൂ എവിടെങ്കിലും പോയി വീഴും. ബുക്കിന്റെ ബാഗ് ഇങ്ങനെ എടുത്തിട്ട് ബെഡ്ക്ക് ഒരേറാണ്. എന്നിട്ട് നേരെ പോയിട്ട് ഫ്രിഡ്ജ് അങ്ങോട്ട് തുറക്കും. ലിംകയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടുണ്ടാവും, അത് കുടിക്കും. മിക്കവാറും ഇടത്തെ കൈ കൊണ്ടാണ് കുടി. കാരണം അതാണ് മോണ്ടിസോറിയിൽ പഠിപ്പിക്കുന്നത്. മോണ്ടിസോറി തുടങ്ങുന്നത് 3-ാം വയസ്സിലാണ്. 3 വയസ്സാകുമ്പോഴാണ് മോണ്ടിസോറിയിൽ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇടത്തെ കൈ കൊണ്ടാണ് വെള്ളം കുടിച്ച് ശീലിക്കേണ്ടത്.
സഹോദരന്മാരെ, ഇത്തരം അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ് നമ്മൾ. അതുകൊണ്ടാണ് അത് വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞത്. ഇടത്തെ കൈകൊണ്ടാണ് അവർ ട്രെയിനിങ് കൊടുക്കുക. നമ്മൾ വലത്തെ കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈകൊണ്ടല്ല അതിൽ പറഞ്ഞതെന്നറിയാം. നമ്മൾ വലത്തെ കൈ മതി. ഡിസ്പോസിബിൾ ഗ്ലാസ് ആയാൽ പോലും നമുക്ക് ഇടത്തെ കൈയേ വരുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഇതേപോലെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. നമ്മള് ആ ചാറുള്ള കൈകളെ കൊണ്ട് ആ ഗ്ലാസ് എടുത്ത് കുടിച്ചു. അപ്പൊ ഭയങ്കര ജെന്റിലായ ഒരാൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. ആളെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയും, അതുകൊണ്ട് പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചു, ഈ ഹോട്ടലിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇടത്തെ കൈ കൊണ്ട് കുടിക്കല്ലേ നല്ലത്? ഇടത്തെ കൈ കൊണ്ട് കുടിച്ചാൽ ഒരു കുഴപ്പമുണ്ട്. മുമ്പരോട് ദീന് പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമുണ്ട്. ഈ ഗ്ലാസ് പിന്നെയും കഴുകാതെ വേറുള്ള ആൾക്കാർക്ക് കൊണ്ടുവച്ചു കൊടുക്കും. വലത്തെ കൈ കൊണ്ട് കുടിച്ചാൽ അതിൽ എന്തായാലും ചാറാവും. ഏതായാലും ഈ പ്ലേറ്റിലാകുന്നുണ്ട്, ഈ കറിപ്പാത്രത്തിലാകുന്നുണ്ട്, പിന്നെ ഈ ഗ്ലാസ്സിൽ മാത്രം ആക്കാതെ കൊണ്ടുപോകണ്ടല്ലോ. നല്ലപോലെ സുന്നത്തനുസരിച്ച് കുടിക്കുകയാണെങ്കിൽ ഒന്നും ആവൂല. അപ്പൊ ഏതായാലും ഈ ഗ്ലാസ് കഴുകണം എന്നുള്ള നീയത്തിൽ നിങ്ങൾ കുടിച്ചു വെച്ചാൽ മതി. എന്തായാലും അവർ കഴുകേണ്ടി വരും. അത് ശരിയാണ്, അത് നല്ലതാണ്. എല്ലാ പ്ലേറ്റും നനയുന്നു, പിന്നെന്തിനാ ഈ ഗ്ലാസ് മാത്രം ബ്രഷിൽ കൊണ്ടുപോണത്? എന്നാ പിന്നെ പ്ലേറ്റും ഒക്കെ അങ്ങനെ മോറിയിട്ട് കൊടുന്ന് വെച്ചിട്ട് നീ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ പോരെ? നമുക്കങ്ങോട്ട് തോന്നുകയാണ്. ഇത് മുസ്ലിമീങ്ങളുടെ മാത്രമല്ല. മൊറാർജി ദേശായി ലണ്ടൻ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൊറാർജി ദേശായി കൈകൊണ്ട് ഭക്ഷണം കഴിച്ചു. ബ്രിട്ടീഷുകാരവിടെ എല്ലാ കൊല്ലും കോളിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മൊറാർജി ദേശായി കൈകൊണ്ട് കഴിക്കുന്നത്. മൊറാർജി ദേശായിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാര് അവിടുത്തെ വലിയ സെക്യൂരിറ്റി ഒക്കെ ചോദിക്കുക. അവ പറഞ്ഞു, ഈ സ്പൂണുകളൊക്കെ പലരും വായിലേക്ക് കൊണ്ടുപോയതാണ്, എന്റെ കൈ ഞാൻ എന്നെ കൊണ്ടുപോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ മറുപടി കൊടുക്കേണ്ടി വരും ചിലപ്പോ. ഇങ്ങനെ മറുപടി. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് കുട്ടികൾക്ക് അങ്ങനെ പഠിപ്പിക്കാൻ. 6 വയസ്സ് വരെ നമ്മൾ വേറൊരു കോലത്തിലാണ് പഠിപ്പിക്കണം. എന്നിട്ട് 3-ാം ക്ലാസ്സിൽ പോവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്കൊരു ഫിത്രത്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 വയസ്സാകുമ്പോഴേക്കും നമ്മളിൽ നിന്ന് അകറ്റും. കാരണം അടുത്ത കാര്യങ്ങളും അതിന്റെ ചിട്ടവട്ടങ്ങളും ആ കുട്ടി അതുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ അള്ളാഹുവിന്റെ ഒരു തെർത്തീബുണ്ട്. അപ്പം എല്ലാം 3 വയസ്സാകുമ്പോൾ ഇങ്ങനെ അകൽച്ച തുടങ്ങും. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് നമ്മളിൽ നിന്ന് അകലുമ്പോ തന്നെ കൊണ്ടാക്കുന്നത് നേരെ ആയന്റെ കയ്യിലും മാഡത്തിന്റെ കയ്യിലുമാണ്. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടീനോട് ഉമ്മ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പറയും, അതൊന്നും എനിക്ക് കഴിയൂല, മാഡം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യണ്ടെന്ന്. സ്വന്തം പെറ്റുമ്മ പറഞ്ഞേ കേൾക്കൂല, എന്നിട്ട് മാഡം പറഞ്ഞത് കേൾക്കും. ഇതേത് കൾച്ചറാണ്? ബ്രിട്ടീഷുകാരന്റെ സംസ്കാരം. ബ്രിട്ടീഷുകാരൻ ആ സംസ്കാരമാണ് നമ്മളെ പഠിപ്പിച്ചത്. ബ്രിട്ടീഷുകാരൻ അത് മാത്രമാണ് പഠിപ്പിച്ചത്, മാഡത്തിന്റെ സംസ്കാരം. ബ്രിട്ടീഷുകാരാകട്ടെ ടോയ്ലറ്റ് പോയാൽ വെള്ളം ഉപയോഗിക്കൂല, അവനവന് വേണ്ടി ഒന്നും ഉപയോഗിക്കൂല, ടോയ്ലറ്റിന് വേണ്ടി ഒരുപാട് ഉപയോഗിക്കും. എന്നിട്ട് ആ പാൻഡൊക്കെ ഇൻസൈഡ് ചെയ്തിട്ട് നമ്മളോട് ഹലോ ഹായ് ഷെയ്ക്കാണ്ട് ചെയ്യാനേ പറ്റൂല. നമ്മളോട് ബ്രഷ് 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 വെട്ടിയിട്ടു എന്നൊക്കെ. ഞാൻ മുസ്ലിങ്ങളുടെ കഥ അല്ല പറഞ്ഞത്. സാധാ ബ്രിട്ടീഷുകാർ ഇപ്പോഴും കൾച്ചറില്ലാത്തൊരു കൂട്ടരാണ്. സഹോദരന്മാർ, നമുക്കൊരു MBA കോളേജ് ഉണ്ട്. ആ കോളേജ് അവരുമായി ലിങ്ക് ചെയ്തതാണ്. പല സായിപ്പന്മാരും പല പ്രൊഫസർമാരും വരുന്ന സമയത്തൊക്കെ ഇവരെ കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞത്. വലിയ സംസ്കാരമൊന്നുമില്ല അവർക്ക്. നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സംസ്കാരമെന്നൊക്കെ തോന്നും. ഞാൻ അവർക്ക് ദീനുണ്ടായാലും സംസ്കാരം ഉണ്ടാവുള്ളൂ. നമ്മളോട് അവർ ബ്രഷ് ഒന്നും ചെയ്യില്ല. നേരം വെളുത്തി എണീറ്റേക്ക് തന്നെ ബെഡ് കോഫി വേണം അവർക്ക്. ബെഡ് കോഫി. പല്ലേക്കാതെ ചായ കുടിക്കും. പിന്നെ ചായയും കടിയൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ പല്ല് ഇടങ്ങാറായിട്ട് തേക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിന്റെ ബാക്കി തുടർന്നാ പോരെ. ഇങ്ങനെ നടക്കുന്ന ഒരു സമൂഹം. എന്നിട്ടോ സാധാരണ പറയാറുണ്ട്, ഓൾ ഇന്ത്യൻസ് ബിഹൈൻഡ് ദ ഇംഗ്ലീഷ്മെൻ, ഓൾ ഇംഗ്ലീഷ്മെൻ ബിഹൈൻഡ് ദ ഡോഗ്. എല്ലാ ഇന്ത്യക്കാരും ഇംഗ്ലീഷുകാർക്ക് പിന്നാലെ. സംസ്കാരം, ബർമോഡ, ബനിയന്, അവന്റെ വെള്ളം അവന്റേത്, എല്ലതും അവന്റേത്. ഇംഗ്ലീഷ്മെൻ, ഓൾ ഇംഗ്ലീഷ്മെൻ ബിഹൈൻഡ് ദ ഡോഗ്. എല്ലാ ഇംഗ്ലീഷുകാർക്കും നായക്കുട്ടിക്ക് പിന്നാലെ മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് എന്ന് പറയുന്ന ട്രൗസർ ഇട്ട നായന്റെ പിന്നാലെ എടുക്കാൻ മൂപ്പര്. അപ്പൊ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഇമാമിന്റെ ഇമാം ആരാന്ന് ആലോചിച്ചാൽ മതി. ഞാൻ അത് വെറുതെ പറഞ്ഞതല്ല, ഇത് അവരുടെ കൾച്ചറാണ്. അതിന്റെ അർത്ഥം പഠിക്കണ്ടെന്നല്ല. സംസ്കാരത്തിനെ അറുതി കൊടുത്തിട്ട് എന്തിനു പഠിക്കണം? യഥാർത്ഥമായ ഇൽമ് അത് നമുക്ക് നേടാൻ സാധിക്കണം. യഥാർത്ഥമായ അവസ്ഥ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കണം. എന്താണ് യഥാർത്ഥമായ ഇൽമ്?
അതിനു മുമ്പ് ഒരു ചെറിയ ബ്രിഡ്ജ് നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. മനുഷ്യന്റെ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തിലെ ഏറ്റവും ടോപ്പ് അത് ഫിസിക്സ് ആണ്. ആ ഫിസിക്സിനേക്കാൾ അപ്പുറത്ത് ഇന്നൊരു പഠനശാഖയില്ല എന്ന് അവര് തന്നെ പറയുന്നു. അവര് തന്നെ. കാരണം ഒരു ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഫിസിക്സ് വേണം. എൻഡോസ്കോപ്പിയും സ്കാനും ഒക്കെ ഫിസിക്സ് ആണ്, അത് ബയോളജി അല്ല. ഒരാൾക്ക് മിസൈൽ വിടണം, ഫിസിക്സ് വേണം. ബഹിരാകാശത്തേക്ക് പാത്ത് ഫൈൻഡർ വിടണം, ഫിസിക്സ് വേണം. എല്ലാം ഫിസിക്സ് റിലേറ്റഡ് ആണ്. ഒരു മുട്ടുസൂചി ഉണ്ടാക്കണമെങ്കിൽ വരെ ഫിസിക്സ് റിലേറ്റഡ് ആണ്. ചുരുക്കി പറഞ്ഞ ഫിസിക്സ് ഒരു വലിയൊരു സംഭവമായിട്ട് അവരിങ്ങനെ കാട്ടുകയാണ്. ആ ഫിസിക്സിലാകട്ടെ ഏറ്റവും ടോപ്പ് ആസ്ട്രോഫിസിക്സ്, ഖഗോള ശാസ്ത്രം, ആകാശ ലോകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യന്മാര് ഭൗതികപരമായി പഠിച്ചാൽ എല്ലാ കളക്ടർമാരെക്കാൾ എല്ലാവരെക്കാളും മേലെ ഈ പഠനമാണ്. അതാണ് ഇപ്പൊ ചുരുക്കത്തിൽ. ഈ പഠനത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സയന്റിസ്റ്റുകൾ ഏറ്റവും വലിയ രസം അവരിപ്പോ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗസാലിയൻ തോട്ട്സ്. ഇമാം ഗസാലിയുടെ ചിന്തയാണ്. നമ്മളെ പള്ളിന്റെ മൂലക്കളൊക്കെ ഉണ്ടാവും ഇഹ്യാ ഉലൂമുദ്ദീൻ, കീമിയ സഅദ അൽ മുൻഖിദു മിനൽ ളലാൽ എന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ഗ്രന്ഥങ്ങൾ. അതൊന്നും തൊടൂല. അതൊക്കെ സ്റ്റീഫൻ ഹോക്കിംഗ് പഠിച്ച് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നിട്ട് ഇപ്പോഴത്തെ സയന്റിസ്റ്റുകൾക്ക് പറഞ്ഞെടുത്ത്, സയന്റിസ്റ്റുകാർ എന്നിട്ട് അവരുടെ അസിസ്റ്റന്റിന് പറഞ്ഞെടുത്ത്, അസിസ്റ്റന്റുകാർ യൂണിവേഴ്സിറ്റിക്ക് പറഞ്ഞെടുത്ത്, യൂണിവേഴ്സിറ്റി പിന്നെ ബ്രാഞ്ചിന് പറഞ്ഞെടുത്ത്, ബ്രാഞ്ച് പിന്നെ ഇവരെ ഹെഡിലേക്ക് വിട്ട്, ഹെഡ് പിന്നെ സ്കൂളിലേക്ക് വിട്ട്, സ്കൂളിലെ സാറന്മാർ എന്നിട്ട് ഓലെ വായിന്ന് പറഞ്ഞു തരണം. അക്കോർഡിംഗ് ടു ഗസാലിയൻ തോട്ട്സ് ചിന്തിക്കുന്നില്ല നമ്മൾ. സഹോദരന്മാരെ, ഇത് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു വരേണ്ടതല്ല, നേരെ പഠിക്കണം. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ് ആണെങ്കിൽ ആ സ്റ്റീഫൻ ഹോക്കിംഗ് ഇന്ന് ലാഹൂത്തിനെ കുറിച്ചും ജബറൂത്തിനെ കുറിച്ചും മലക്കൂത്തിനെ കുറിച്ചും ആലമുൽ അംറിനെ കുറിച്ചും ആലമുൽ മിസാലിനെ കുറിച്ചും മലഉൽ അലയെ കുറിച്ചും ആലമുൽ അർവാഹിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ സബ്അ സമാവാത്ത് എന്ന് പറഞ്ഞിട്ട് ഈ വിശദീകരണം എന്താണ്? ആരിഫീങ്ങളായ ഉലമാക്കൾ ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അളമൂത്ത്, ആലമുൽ അംർ, ആലമുൽ മിസാൽ, മലഉൽ അല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഈ 7 ആകാശങ്ങൾ എന്താണ് എന്ന് പഴയ ഉലമാക്കളുടെ വിശദീകരണം ഉണ്ടെങ്കിൽ ആ വിശദീകരണത്തിൽ പറഞ്ഞ സംഭവം എന്താണ്? അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരിപ്പോഴും എത്തിയത്, ഇന്നും ഫിസിക്സ് എത്തിയത് എവിടെയെന്നറിയോ? ഊഹത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ എത്തി എന്ന് പറയുന്നത് ഒരു ചൊവ്വയിലും ചന്ദ്രനിലുമാണ് എത്തി എന്നവർ പറയുന്നത്. ഈ ചൊവ്വയും ചന്ദ്രനുമാകട്ടെ നമ്മളോട് അടുത്ത് കിടക്കുന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ, ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഇപ്പൊ ഇവിടെയുള്ള അങ്ങാടി, അപ്പുറത്തുള്ള അങ്ങാടി, അത്രേ ഉള്ളൂ. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയും ചന്ദ്രനൊന്നും അത്ര വലിയ സംഭവമല്ല. മിറാജിന്റെ രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് കൊണ്ടുവന്ന നിസ്കാരം, $600 കോടി ചെലവാക്കിയിട്ട് പാത്ത് ഫൈൻഡർ വിട്ടിട്ട് കൊണ്ടുവന്നത് ഒരു പിടി മണ്ണ്. എന്താ ഇത് കഥ? മിറാജിന്റെ രാത്രിയിൽ 7 ആകാശങ്ങൾക്കും അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നത് നിസ്കാരം. $600 കോടി ചെലവാക്കിയിട്ട് ഒരു സംഭവത്തിനെ വിട്ടിട്ട് ചൊവ്വയിൽ പോയിട്ട് കൊടുക്കുന്നത് ഒരു പിടി മണ്ണ്. ഒരു പിടി മണ്ണിന്റെ വില $600 കോടി. എന്നിട്ട് കുട്ടികൾ ഇതിനെ പഠിക്കുക. നല്ലത്. ഞാൻ ഇതൊന്നും പഠിക്കണ്ടെന്നല്ല പറഞ്ഞ, പഠിക്കിൻ. ഷേക്സ്പിയറെ പഠിക്കിൻ. ഷേക്സ്പിയറുടെ ട്രാജഡി, ഷേക്സ്പിയറുടെ കോമഡി, ഷേക്സ്പിയറുടെ ട്രാജിക് കോമഡി, അദ്ദേഹത്തിന്റെ കോമിക് ട്രാജഡി 4 ഭാഗവും പഠിക്കിൻ. അദ്ദേഹം എഴുതിയ എല്ലാ നാടകങ്ങളും പഠിക്കിൻ. ലിയോ ടോൾസ്റ്റോയെ പഠിക്കിൻ, കീറ്റ്സിനെ പഠിക്കിൻ, ഷെല്ലിയെ പഠിക്കിൻ, ഗെത്തയെ പഠിക്കിൻ, എല്ലാവരെയും പഠിക്കിൻ. എന്നിട്ട് ഇടത്തെ കാലുയർത്തിയിട്ട് ഷേക്സ്പിയറുടെ ഇടത്തെ നെഞ്ചിലേക്ക് ചവിട്ടിയിട്ട് പറ, ഷേക്സ്പിയർ ഇസ് ബിഗ് സീറോ, ബിഗ് സീറോ. ഷേക്സ്പിയർ വട്ടപൂജ്യമാണ്, വെറും സംപൂജ്യനാണ് എന്ന് പറയാനുള്ള ഒരു താണിത്വം നമുക്കുണ്ടാവണം. അത്രത്തോളം സമൂഹമേ, പ്രിയപ്പെട്ട യുവാക്കളെ, എഡ്യൂക്കേഷൻ നമ്മൾ എത്തണം. അവരെ തിരസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ബിക്കോസ് ദേ ആർ ജ്യൂസ്. അവർ ജൂതന്മാരാണ്. ആ വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത്. ആ വിദ്യാഭ്യാസം നേടണം. നമ്മൾ ഡോക്ടറാകണം. കേമനായ ഡോക്ടർ. എല്ലാ ബയോളജിയും അനാട്ടമിയും ഒക്കെ നമ്മൾ പഠിക്കണം. അത് പഠിച്ചിട്ടും അതിനേക്കാൾ അപ്പുറം ഖുർആനാണെന്ന് നമുക്ക് മനസ്സിലുള്ള ഒരു അളമത്ത് നമുക്കുണ്ടാകണം. അതിനേക്കാൾ അപ്പുറത്ത് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതമാണ് എന്നൊരു അളമത്ത് നമുക്കുണ്ടാകണം. അതിനുവേണ്ടി പാടുപെടണം. അതിനുവേണ്ടി എല്ലാം ചെയ്യണം. 600 കോടി സെന്റിക്റ്റുകളെ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആകെ 1-2 സെന്റിക്റ്റ് മതി മനുഷ്യന് ജീവിക്കാൻ. ബാക്കി 600 കോടി സെന്റിക്റ്റുകളെ മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട സംഭവത്തിന് തന്നത് ഡിജിറ്റലുകൾ അവസാനിക്കാതിരിക്കാൻ. എന്തിനെക്കുറിച്ച് ചിന്തിച്ച്? അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച്. മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാനും കച്ചവടത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒരു ഓപ്പറേഷനെ കുറിച്ച് ചിന്തിക്കാനൊന്നും ഇത്രയായിരം കോടിക്കണക്കിന് സെന്റിക്റ്റുകളൊന്നും വേണ്ട. ഈ 600 കോടി സെന്റിക്റ്റുകളെ ഒന്നാകെ അള്ളാഹു തന്നത്
അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാനാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാനാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ ഒരു വാക്ക് പറയുന്നുണ്ട്. അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ കാണുന്ന ഈ ഭൂമി ഏറ്റവും ചെറിയതാണ്. ഏതിനേക്കാൾ? സൂര്യനേക്കാൾ. ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമാണ് സൂര്യന്. ആ സൂര്യനെ കുറിച്ച് കോളേജിലെ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാവും. ദ സ്മാളസ്റ്റ് സ്റ്റാർ ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം അതാണ് സൂര്യൻ എന്ന്. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്തുള്ള നക്ഷത്രം എത്ര വലുതായിരിക്കാം? സയൻസിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, അവരുടെ ടെക്സ്റ്റിൽ വരുന്നുണ്ട്, സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റ് മതി. 8 മിനിറ്റ് മതി. സൂര്യനിൽ നിന്ന് പ്രകാശത്തിന്റെ വേഗത, പ്രകാശത്തിനൊക്കെ ഒരു വേഗതയേ ഉള്ളൂ. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ആ 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാൽ 8 മിനിറ്റ് കൊണ്ട് ഭൂമിയിലെത്തും. എന്നാൽ സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന നക്ഷത്രം, നമുക്ക് തോന്നുന്ന നക്ഷത്രം, ഏറ്റവും അടുത്തെന്ന് തോന്നുന്ന നക്ഷത്രത്തിന്റെ പ്രകാശം ഇങ്ങോട്ടെത്താൻ 4 പ്രകാശ വർഷം കഴിയണം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം. ഇത് പറയുന്നത് സയൻസിലെ നിങ്ങളുടെ ഗ്രന്ഥം തന്നെയാണ്. ഫാത്തസ്റ്റ്, നിങ്ങൾ അടിച്ചു നോക്കിൻ, ഏറ്റവും ദൂരെയുള്ള ഇന്ന് കാണപ്പെടുന്ന നക്ഷത്രത്തിന്റെ വെളിച്ചം ഇതേ വേഗതയിൽ, സൂര്യന്റെ അതേ വേഗതയിൽ തന്നെ ഇങ്ങോട്ടെത്താൻ 10 ലക്ഷം കോടി വർഷം കഴിയണം. 10 ലക്ഷം കോടി വർഷം. അപ്പൊ നമ്മൾ കാണുന്ന നക്ഷത്രം 4 പ്രകാശവർഷം കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടോ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ പ്രപഞ്ചം എന്താണ്? ഈ ഒന്നാം ആകാശം എന്താണ്? ഇതിന്റെ 7 മൂലയിൽ പോലും എത്താത്ത, 7 മൂലയിലെ അയലത്ത് പോലും എത്താത്ത സയന്റിസ്റ്റുകളുടെ പിന്നാലെ നമ്മൾ നടന്നിട്ട് ഖുർആനെ മാറ്റിവെക്കുകയാണോ? എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി വസുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന രീതിയിൽ അവരെന്നെ കണക്കാക്കിയിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസത്തിൽ ഭൂമിയെ മുഴുവൻ ഞാൻ കൈവെള്ളയിൽ ഒതുക്കും. ആ കൈ എങ്ങനെയാണ്? ആ പിടുത്തം എങ്ങനെയാണ്? ഒന്നും നമുക്കറിയുകയില്ല, അങ്ങനെ ഊഹിക്കാനേ പാടില്ല. അള്ളാഹുവിന്റെ പ്രയോഗം അതാണ്. ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ആകാശങ്ങൾ മുഴുവനും അപ്പോൾ ഞാൻ എന്റെ വലത്തെ കൈയിലിട്ട് ചുരുട്ടും. ഈ 7 ആകാശങ്ങളെ, ഈ ലാഹൂത്തിനെ, ഈ ജബറൂത്തിനെ, ഈ മലക്കൂത്തിനെ, ഈ അലമൂത്തിനെ, ഈ ആലമുൽ അംറിനെ, ആലമുൽ മിസാലിനെ, ആലമുൽ അർവാഹിനെ, മലഉൽ അലയെ മുഴുവനും ഒറ്റ കൈയിലിട്ട് അമ്മാനമാടും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മുടെ സൃഷ്ടാവ്. അവൻ മാത്രമാണ് നമ്മുടെ പരിപാലകൻ. അവനോട് മാത്രമേ നമ്മൾ ചോദിക്കൂ, അവനോട് മാത്രമേ നമ്മൾ വണങ്ങൂ, അവനെ മാത്രമേ ആരാധിക്കൂ. അല്ലാഹു ഖബ്ല കുല്ല ഷൈഇൻ, അല്ലാഹു ബഅദ കുല്ല ഷൈഇൻ. അല്ലാഹു മാത്രമാണ് എല്ലാറ്റിനും മുമ്പേ ഉണ്ടായവൻ. അല്ലാഹു മാത്രമാണ് എല്ലാറ്റിനും ശേഷം നിലനിൽക്കുന്നവൻ. അല്ലാഹു ബാഖി മിൻ കുല്ലി ഫാനി, അല്ലാഹു ബാക്കിയാകും, ബാക്കിയെല്ലാം നശിക്കുന്നതാണ്. എല്ലാം നശിച്ചാലും കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ആവേശത്തോടു കൂടി, ഏറ്റവും വലിയ ചിന്തയോടു കൂടി ഈ ദിനൊന്ന് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾ ഡോക്ടർ ആവട്ടെ, ആധുനിക കമ്പ്യൂട്ടറിന്റെ മൗസ് പിടിച്ചിട്ട് എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തേണ്ടത് എന്ന് പഠിക്കുന്ന അതേ വിദ്യാർത്ഥി ആധുനിക പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് അല്ലാഹ് എന്നൊന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഭൂമിയിൽ കിടന്ന്, അല്ലെങ്കിൽ അവന്റെ സുജൂദിൽ കിടന്നിട്ടൊന്ന് കരയാൻ മറക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ് നമുക്കുണ്ടാകേണ്ടത്. അവൻ എന്തുമാകട്ടെ, ഏറ്റവും വലിയ വിദ്യാഭ്യാസം അവൻ ആലിമാകലാണ്. ആലിമിനപ്പുറം ആരുമില്ല ഈ ലോകത്തിൽ. ആരുമുണ്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കരുത്. ആരും ആരെക്കാളും വലുതാണ് എന്ന് പറഞ്ഞാലും, ആലിമിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ ദൗർബല്യമാണ്. ആ ഡോക്ടർ പഠിച്ചത് മുഴുവനും ജൽപ്പനങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. ഈ എഞ്ചിനീയർ പഠിച്ചത് മുഴുവനും ജൽപ്പനങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. ആ സിവിൽ സർവീസുകാരൻ പഠിച്ചത് മുഴുവനും ജൽപ്പനങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. അപ്പുറത്ത് മാനേജ്മെന്റ് വിദഗ്ധൻ പഠിച്ച സ്ട്രാറ്റജിയും ഗ്രോത്ത് സ്ട്രാറ്റജിയും ഫങ്ഷണൽ സ്ട്രാറ്റജിയും എല്ലാം മനുഷ്യന്റെ ജൽപ്പനങ്ങളും സിദ്ധാന്തവുമാണ്. എന്നാൽ ആലിം പഠിക്കുന്നത് അല്ലാഹുവിന്റെ കലാമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതിന്റെ എല്ലാ ഇൽമുകളെയും, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഇൽമിന്റെ ശാഖകളെയും എല്ലാറ്റിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്നാക്കി കഴിഞ്ഞാലും ബിസ്മില്ലാ എന്ന് പറയുന്ന വാക്ക് പകരമാവുകയില്ല. അത് പഠിച്ച പാവം ഉലമാക്കൾ, ആ ഉലമാക്കളെ തരം താഴ്ത്താൻ നമുക്ക് സാധിക്കരുത്. ആ ഉലമാക്കളാണ് ഏറ്റവും മുകളിൽ, അവരുടെ വാക്കാണ് ഏറ്റവും മുകളിൽ.
ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്കും ഈ ഇൽമ പഠിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ത്രാണിത്വം ഉണ്ടാകണം, ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറബിയെ നിങ്ങൾ ഇഷ്ടപ്പെടുക, കാരണം അറബി ഭാഷ എന്ന് പറഞ്ഞതിന് നിങ്ങൾ വല്ലാണ്ട് പ്രണയിക്കുക, കാരണം ഞാൻ അറബിയാണ്, അന അറബിയുൻ, ഞാൻ അറബിയാണ്, വൽ ഖുർആൻ അറബിയുൻ, ഖുർആൻ അറബി ഭാഷയിലാണ്, വൽ ലുഅത്തുൽ ജന്നത്തി അറബിയുൻ, നാളെ നിങ്ങൾ സംസാരിക്കാനിരിക്കുന്ന സ്വർഗ്ഗത്തിലെ ഭാഷയും അറബിയാണ്. അറബി ഭാഷയേക്കാൾ ഇംഗ്ലീഷ് മുമ്പിലാണെന്ന് പറയുന്നത് നമ്മുടെ ഈമാന്റെ ദുർബലതയാണ്. അറബി ഭാഷയേക്കാൾ ഇംഗ്ലീഷ് മുമ്പിലാണെന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ ഇല്ലായ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അറബി പഠിക്കാനാണ്, ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നല്ല. ഇംഗ്ലീഷ് പഠിക്കിൻ, നന്നായി പഠിക്കിൻ, പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിൻ, അതിനേക്കാൾ അപ്പുറത്ത് ഖുർആൻ നമ്മൾ പഠിക്കിൻ. അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് ദാ ഈ ഇരിക്കുന്ന മനുഷ്യന്മാരുടെ മുഴുവൻ തലച്ചോറിലൂടെ ഇപ്പൊ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 600 കോടി സെന്റിറ്റുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നതും നമ്മുടെ സമ്പത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സമ്പത്ത് ജീവിതവുമായി ബന്ധമില്ല സഹോദരന്മാരെ, ഒരിക്കലും ബന്ധമില്ല. അങ്ങനെ നമ്മൾ യഖീന് വെച്ചു പോയാൽ അവസാനം അള്ളാഹു നമ്മളെ പിടിക്കും. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, അള്ളാഹുവിന്റെ പിടുത്തം അതിശക്തമാണ്, പിടിക്കും. എന്നിട്ട് സമ്പത്തിനെ വിശ്വസിച്ച് നടന്നവൻ, അധികാരത്തെ വിശ്വസിച്ച് നടന്നവനെ, ഏറ്റവും വലിയ ശക്തിയെ വിശ്വസിച്ച് നടന്നവനെ മുമ്പുള്ള സമൂഹത്തിനെ കിടത്തിയതുപോലെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിൻ. ഇത് പറയുമ്പോഴും എത്രയോ മെഡിക്കൽ കോളേജുകളിൽ സമ്പന്നരായ ആളുകൾ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ കിടക്കുകയാണ്. ഒരിറ്റു വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ എത്രായിരം ആളുകൾ കിടക്കുന്നു. അവൻ ഇതുവരെ വിശ്വസിച്ചത് സമ്പത്ത് കൊണ്ട് കാര്യം നടക്കുമെന്നായിരുന്നു. അള്ളാഹു അവസാനം അവന് മനസ്സിലാക്കി കൊടുക്കുകയാണ്, നീ ഇതുവരെ വിശ്വസിച്ച വിശ്വാസം ഇതായിരുന്നുവെങ്കിൽ എങ്കിൽ നിന്റെ സമ്പത്തുണ്ടല്ലോ, കുടിക്കടാ, നീ കുടിക്ക്, അല്ലെങ്കിൽ ചിന്തിക്ക്, അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്ക്. ഇല്ല, ഒരിക്കലും കഴിക്കാൻ കഴിയില്ല. അകത്തേക്ക് പോയതിനെ പുറത്തേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല. എല്ലാം അല്ലാഹു മാത്രം. ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ സമൂഹത്തിന്റെ മുമ്പിൽ, നമ്മൾ അടങ്ങുന്ന ഈ സമൂഹത്തിന്റെ മുമ്പിൽ എത്രമാത്രമാണ് നമ്മുടെ കിഡ്നികൾക്ക്, സയൻസിലെ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാകും, 20 ലക്ഷം അരിപ്പകളെയാണ് കിഡ്നിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. 20 ലക്ഷം അരിപ്പകൾ. 20 ലക്ഷം അരിപ്പകൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ പ്രവർത്തനം? ഒരരിപ്പയല്ല, ഒരു കിഡ്നിയിൽ 10 ലക്ഷം അരിപ്പ, അടുത്ത കിഡ്നിയിൽ 10 ലക്ഷം അരിപ്പ. ബയോളജിയിൽ കുട്ടികൾ പഠിക്കുന്നതാണ്. 20 ലക്ഷം അരിപ്പകൾ നൽകിയിട്ട് ഒരിറ്റെങ്ങാനും വെള്ളത്തിന്റെ ഭക്ഷണത്തിന്റെ അംശം ചെല്ലുമ്പോഴേക്കും അതിനെ മുഴുവൻ പ്ലാസ്മയിലേക്ക്, അതിലേക്ക്, ഇതിലേക്ക്, എല്ലാറ്റിലേക്കും ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ആ മഹാശക്തി ആരായിരിക്കാം? നമ്മുടെ കിഡ്നി. അതിനെ പ്രവർത്തിപ്പിക്കുന്നവനാരാണ്? അതും നമ്മുടെ സമ്പത്തുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ തലച്ചോറ് പ്രവർത്തിപ്പിക്കുന്നവനാരാണ്? അതും നമ്മുടെ സമ്പത്തുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കൈകാലുകൾ ഓരോന്നിനെയും ചലിപ്പിക്കുന്നതാരാണ്? അതും നമ്മുടെ സമ്പത്തുമായി യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അള്ളാഹു അല്ലാത്തതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. അത് വ്യക്തികളായാലും ശരി, ശക്തികളായാലും ശരി, അവസ്ഥകളായാലും ശരി, ഏറ്റവും വലിയ രീതിയിലുള്ള സമ്പർക്കമായാലും ശരി, അള്ളാഹു മാത്രമാണ് കാര്യങ്ങൾ നടത്തുന്നവൻ. ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ മലക്കുകൾക്കും കാര്യം ചെയ്യാൻ കഴിയൂല. അള്ളാഹു ഉദ്ദേശിക്കാതെ ജിന്നുകൾക്കും കാര്യം ചെയ്യാൻ കഴിയൂല. അള്ളാഹു ഉദ്ദേശിക്കാതെ മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയൂല. അള്ളാഹു ഉദ്ദേശിക്കാതെ ഈ അള്ളാഹുള്ള യഖീനാണ് നമുക്കുണ്ടാകേണ്ടത്. അതായിരിക്കണം നമ്മുടെ ഇൽമ്. ആ അവസ്ഥയിലായിരിക്കണം നമ്മുടെ ഇൽമിനെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. രണ്ടാമതോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായിരിക്കണം നമ്മുടെ ഇൽമ്. റസൂലുള്ളാഹിയുടെ സുന്നത്ത് എങ്ങനെയൊക്കെയായിരുന്നു ഇത് നമ്മൾ പഠിക്കുക. എന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹായുടെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കുകയാണ്. ഏതാണ് കാര്യം? ജാഹിലിയ കാലഘട്ടത്തിൽ ചൊല്ലിയിരുന്ന ത്വലാഖിന്റെ ഒരു രൂപമുണ്ട്, ലിഹാർ എന്നാണ് അതിന് പറയുക. അൻതി അലയ്യ കൽഹരി ഉമ്മി, നീ ഇന്നു മുതൽ എനിക്ക് ഉമ്മാനെ പോലെയാണ്, ഞാൻ ഇയ്യും തമ്മിൽ ഇനി മുതൽ ഒരു ബന്ധം ഉണ്ടാകൂല എന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞിരുന്നു, ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആ വാക്ക് പാവം ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് അറിയാണ്ട് പറഞ്ഞു പോയി. കരഞ്ഞുകൊണ്ട് ഓടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്. പാവം ഖൗല റളിയല്ലാഹു തആല അൻഹ ഓടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നിട്ട്
ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നു മുതൽ ഞാൻ വിധവയെ പോലെ ആയോ? ഇന്നു മുതൽ എന്റെ മക്കൾ യതീമുകളെ പോലെ ആയോ? എന്റെ ഭർത്താവ് എന്നെ ദിഹാർ ചൊല്ലിയിരിക്കുകയാണ്, അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെടുമോ? വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ നിന്നു. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ സ്വന്തം ഹവയിൽ നിന്ന്, സ്വന്തം ഇച്ഛയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും സംസാരിക്കുകയില്ല. ഒരു വിധിയും വന്നില്ല, ഒരു കൽപ്പനയും വന്നില്ല, അതിനെ കുറിച്ച് ഒരു വാക്കും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിന്നുപോയി. ആ സമയത്ത് ഈ സ്ത്രീ ആവർത്തിച്ച് ചോദിച്ചു, തർക്കം പോലെ ചോദിച്ചു, വീണ്ടും ആവലാതിപ്പെട്ടു, വീണ്ടും വേവലാതിപ്പെട്ടു. അവസാനം കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അല്ലാഹുവിലേക്ക് മാത്രം പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്ന് പോവുകയാണ്. സഹോദരിമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കിൻ. ആ സന്ദർഭമായപ്പോഴേക്കും അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. ഉലമാക്കൾ പറയാറുണ്ട്, ഒരു മുഅ്മിന്റെ കണ്ണീരൊലിച്ചാൽ, അവന്റെ ഹൃദയം പിടച്ചാൽ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങും, അള്ളാന്റെ തീരുമാനം വരും. ഖൗല ബിൻത് ഫഅലബ റളിയല്ലാഹു തആല അൻഹാക്ക് വേണ്ടി അല്ലാഹു ആകാശ ലോകത്ത് ആയത്തുകൾ ഇറക്കി. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഖദ് സമി അല്ലാഹ് എന്ന സൂറത്ത് തുടങ്ങി. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസമായി നിയമങ്ങൾ വന്നു. ആ സ്ത്രീ വലിയ സന്തോഷത്തിലായി പോയി. ആ സംഭവത്തെക്കുറിച്ച് ചരിത്രത്തിൽ ഇങ്ങനെ കൂടി കാണാം, തഫ്സീറിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ആ കണ്ണീരാണ് അല്ലാഹുവിന്റെ അർശിനെ പിടിച്ചു കുലുക്കിയത്. അതിൽ അള്ളാന്റെ ഒരു വാക്കുണ്ട്, വല്ലാഹു യസ്മഉ തഹാവറകുമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വാക്കുകളെ റസൂലുള്ളാഹിയോട് സംസാരിച്ചെന്ന സംസാരത്തിനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു വാക്കുണ്ട്. കാലങ്ങൾക്ക് ശേഷം ഖൗല ബിൻത് തഅലബ റളിയല്ലാഹു തആല അൻഹ, ആ ചരിത്രങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം വന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭരിച്ചത് 10 വർഷവും 6 മാസവുമാണ്. അങ്ങനെ അവസാന കാലഘട്ടമായപ്പോഴേക്കും ഏതാനും ചില ചെറുപ്പക്കാരായ സഹാബാക്കളോടൊപ്പം മണൽത്തിട്ടയിലൂടെ വലിയ ധൃതിപ്പെട്ട് നടന്നു പോവുകയാണ് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു. എത്ര വലിയ ഉത്തരവാദിത്തമായിരിക്കും! ഇമാറത്തിന്റെ ഉത്തരവാദിത്തം, ഇമാമത്തിന്റെ ഉത്തരവാദിത്തം, ഖിലാഫത്തിന്റെ ഉത്തരവാദിത്തം. അപ്പോഴേക്കും ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്, 20 ഫിസിക്കൽ കിങ്ഡംസ് ആൻഡ് സിംഗിൾ സ്പിരിച്വൽ ഡൊമീനിയൻ എന്ന് ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്ര സംഭവത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 20 ഭൗതിക രാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഏകമായ ഒരു രാജ്യമാക്കിയ, ഒരു ആത്മീയ രാജ്യമാക്കിയ ചക്രവർത്തിയായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു. അത്രയും വലിയ രാജ്യങ്ങളെ നോക്കേണ്ടതുണ്ട്, ഉത്തരവാദിത്തം ധാരാളമാണ്. അങ്ങനെ ധൃതിപ്പെട്ടു പോകുമ്പോൾ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് കിളവിയായ ഒരു സ്ത്രീ പൂർണ്ണമായ നിക്കാബോട് കൂടി വന്നുകൊണ്ട് മുന്നിൽ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഉമൈറേ നിക്ക്, ഉമൈറേ നിക്ക്. ഒരു പാവം ഉമ്മുമ്മ ചെറിയ പേരക്കുട്ടിയെ വിളിക്കുന്നത് പോലെ, കുഞ്ഞോനെ, കുഞ്ഞുട്ടി എന്നൊക്കെ ഞങ്ങൾ അവിടെ വിളിക്കാറുണ്ട്, അതേപോലെ കൊച്ചു ഉമറേ നിക്ക് എന്ന് പറയുകയുണ്ടായി. ഉമൈർ എന്ന് പറഞ്ഞാൽ കൊച്ചു ഉമർ എന്നാണ്. ഉമർ റളിയല്ലാഹു തആല സ്തംഭിച്ചു നിന്നുപോയി. എന്നിട്ട് അങ്ങോട്ട് നോക്കാതെ ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരുന്നു, അഥവാ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കാതെ ആ സ്ത്രീ തുടർന്നുകൊണ്ട്, ഉമറേ റളിയല്ലാഹു തആല, നിങ്ങൾ ഇപ്പൊ വലിയ ആളായിരിക്കുകയാണ്. നിങ്ങൾ ഉമൈറായിരുന്ന കാലം, നിങ്ങൾ കുഞ്ഞായിരുന്ന കാലം എനിക്ക് നിങ്ങളെ അറിയാം. ഉഖാദ് ചന്തയിൽ നിങ്ങൾ ഒട്ടകത്തെ മേച്ച് നടന്നിരുന്ന പാവം കുഞ്ഞായിരുന്നു. അന്ന് എനിക്ക് നിങ്ങളറിയാം. പിന്നീട് കാലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ധീരത കൊണ്ട്, നിങ്ങളുടെ ഊർജ്ജസ്വലത കൊണ്ട് അന്ന് സമൂഹം നിങ്ങളെ വിളിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന്, ഖത്താബിന്റെ മകൻ ഉമർ എന്ന്. അന്നും എനിക്ക് നിങ്ങളെ അറിയാം. പിന്നെ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കൊരു പേരിട്ടു, ഉമറുൽ ഫാറൂഖ് എന്ന്, സത്യാസത്യ വിവേചകനായ ഉമർ എന്ന് റളിയല്ലാഹു തആല. പിന്നെയും എനിക്ക് നിങ്ങളറിയാം. ഇപ്പൊ ലോകത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും നിങ്ങളെ വിളിക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ, മുഴുവൻ മുഅ്മിനീങ്ങളുടെയും അമീർ എന്ന്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പാവങ്ങളുടെ കൂടെ നടക്കണേ, പാവങ്ങളെ കൂട്ടുകാരാക്കണേ, പാവങ്ങളുടെ കൂടെയായിരിക്കണം നിങ്ങളുടെ സമയങ്ങൾ ചെലവഴിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഉമർ റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. സഹാബാക്കൾ അന്തിച്ചു നിൽക്കുകയാണ്. അവർക്ക് മനസ്സിലായില്ല ഇതാരെന്ന്. അവര് മെല്ലെ പറഞ്ഞു, ഉമ്മുമ്മ നിങ്ങൾ മാറി നിൽക്കിൻ, നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത്, ഒന്ന് വഴിമാറി നിൽക്കിൻ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല തടഞ്ഞു. ആരും ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഇതാരെന്നറിയുമോ നിങ്ങൾക്ക്? ഇത് ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ അർശിനെ പിടിച്ചു കുലുക്കിയ കണ്ണുനീരിന്റെ ഉടമസ്ഥയാണിത്. അവിടെ എന്റെ അല്ലാഹു പറയുന്നുണ്ട്, അവരുടെ വാക്കിനെ ഞാൻ കേട്ടിരിക്കുന്നു എന്ന്, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. എന്റെ അല്ലാഹു കേട്ടുനിന്ന ശബ്ദമാണിത്. പിന്നെ ഈ ഫക്കീറായ ഉമർ എങ്ങനെയാണ് ഇത് കേൾക്കാതിരിക്കുക സഹാബാക്കളെ എന്ന് പറഞ്ഞെങ്കിൽ, സഹോദരിമാരെ, ഖൗല ബിൻത്
സുഅലബ റളിയല്ലാഹു തആല അൻഹയെ ഇത്ര ഔന്നത്യത്തിലെത്തിച്ച, ആ കേദാരത്തിന്റെ ഉന്നതിയിലെത്തിച്ച ഈ ബൃഹത്തായ സംഭവം എന്താണ്? അല്ലാഹുവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു. വതസ്തകി ഇലല്ലാഹ്, പൂർണ്ണമായും അല്ലാഹുവിനെ മനസ്സിലാക്കി, പൂർണ്ണമായും അല്ലാഹുവിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു മടങ്ങി എന്നതുകൊണ്ട് മാത്രമാണ്. ഈ അർത്ഥത്തിലാകണം. അല്ലാമ ഇഖ്ബാൽ വേറൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സംസം, കേൾക്കാൻ എത്ര മനോഹരമായ പദം. അത് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടതാണ് ചരിത്രപ്രകാരം. പക്ഷേ ഞാൻ പറയട്ടെ, അത് രണ്ടിട്ട് കണ്ണുനീരിന്റെ പേരാണ്. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നിസ്സഹായമായ കണ്ണുനീർ തുള്ളികളെ അല്ലാഹു സംസമാക്കി പുറപ്പെടുവിച്ചു. അർശിനെ കുലുക്കി മരുഭൂമിയിൽ നിന്ന് വെള്ളം അതിട്ട് രണ്ടിട്ട് കണ്ണുനീരിന്റെ പേരാണ് എന്ന് അദ്ദേഹം കവിതയിൽ എഴുതി വെക്കുന്നുണ്ട്. അല്ലാഹുവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞ് ഒരു സ്ത്രീ എങ്ങാനും അങ്ങോട്ടായി കഴിഞ്ഞാൽ ആരെയും അല്ലാഹു വകവെക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻകഴിഞ്ഞു പോയ ഒരാളെയും അനുകരിക്കേണ്ട ആവശ്യം എനിക്കില്ല സഹാബാക്കളെ. പക്ഷേ ഹജ്ജിലും ഉംറയിലും ഞാനൊരു പാവം സ്ത്രീയെ അനുകരിച്ചു കഴിഞ്ഞു. നിങ്ങളത് കണ്ടില്ലേ? സഫാ മർവക്കിടയിലൂടെ ഞാനും ഓടി, പാവം ഹാജറ ബിവി ഓടിയതുപോലെ അല്ലാഹു എന്നെയും ഓട്ടി സഹാബാക്കളെ. ഒരു സ്ത്രീയുടെ പ്രാതിനിധ്യം, ഒരു സ്ത്രീയുടെ അവസ്ഥ, ഈമാനികമായ ഉന്നതി എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ലോകത്തിൽ സംഭവിക്കുക? ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ സത്യസന്ധമായി നിന്ന് തന്ന ആളാണ്. പറഞ്ഞ് ഇത്രത്തോളം പറഞ്ഞു, നാളെ ദീന് പ്രകാശ രൂപത്തിൽ കടന്നുവരും, തീർച്ചയായും കടന്നുവരും. ആ സന്ദർഭത്തിൽ ദീന് ഓരോരുത്തരുടെ മുമ്പിലും വന്ന് ഇവനെന്നെ ശ്രദ്ധിച്ചു, ഇവനെന്നെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് എന്റെ ഉമറിന്റെ അടുക്കൽ ദീന് പ്രകാശ രൂപത്തിൽ വരും. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും, അല്ലാഹുവേ, ഞാൻ യതീമിനെ പോലെയായിരുന്നു, ഞാനൊരു പാവമായിരുന്നു, അലഞ്ഞു തിരിയുകയായിരുന്നു. പക്ഷെ ഇദ്ദേഹം എന്നെ ഏറ്റെടുത്തതോടുകൂടി ഞാൻ സജീവമായി, ലോകം എന്നെ ഏറ്റെടുക്കാൻ സന്നദ്ധമായി എന്നെന്റെ ദീന് വിളിച്ചു പറയുമെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഹഖ്ഖു യന്തിഖു അലാ ലിസാനി ഉമർ, ഉമറിന്റെ നാവിൽ നിന്നാണ് റളിയല്ലാഹു തആല ജന്മമെടുക്കുന്നത് സത്യമെന്ന്. ഉദ്നു മിന്നി യാ ഉമർ അന മിൻക യാ ഉമർ അൻത മിന്നി യാ ഉമർ, നീ എന്നിൽ നിന്നാണ് ഉമറേ, ഞാൻ നിന്നിൽ നിന്നാണ് ഉമറേ. റസൂൽ പറഞ്ഞ് അവസാനം പറഞ്ഞു, ഹൗദുൽ കൗസർ എല്ലാവരും നോക്കി നിൽക്കും, എല്ലാവരും നോക്കി നിൽക്കും. എന്റെ സഹാബാക്കൾ, അതിനുശേഷം വന്നവൾ, ഔലിയാക്കൾ എല്ലാവരും നോക്കി നിൽക്കും. എന്റെ കയ്യിൽ നിന്നൊരു ഇത്തിരി കിട്ടാൻ വേണ്ടി അത് ഉദ്ഘാടനം ഞാൻ ചെയ്യും. പക്ഷേ അതെന്റെ ഉമറിന് കൊടുത്തുകൊണ്ടായിരിക്കും. ആദ്യത്തെ വ്യക്തി അത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആയിരിക്കും. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ദീനിലേക്ക് വരാൻ ഏറ്റവും വലിയ കാരണം പെങ്ങളായ ഫാത്തിമയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുണ്ട്, അത് സത്യമാണ്. പക്ഷേ വീട്ടിൽ നടത്തിയ തോഹ സൂറത്തിന്റെ തഅലീമാണ്. ആ തഅലീം കേട്ടതോടുകൂടി ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നീട് പറയുന്നുണ്ട്, തൂരി സീനാ പർവ്വതത്തിലേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു ചെന്ന സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞ വാക്കാണ്, മൂസ, ഞാനാണ് അല്ലാഹ്, ഇന്നി അനല്ലാഹ്, തീർച്ചയായും ഞാനാണ് അല്ലാഹ് എന്ന് പറയുന്ന വാക്ക് എനിക്ക് തോന്നിപ്പോയി അള്ളാഹു എന്നോട് പറയാണെന്ന്. ആ ഫലകമെടുത്ത് നോക്കിയപ്പോൾ ഓതി വായിച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹു എത്തിയ സംഭവം അവിടെയാണ്. സഹോദരന്മാരെ, ഈ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഏറ്റവും ശക്തമായ രീതിയിൽ പെരുമാറുകയും ഏറ്റവും നല്ല സ്നേഹം കൊടുക്കുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പ്രത്യക്ഷമായ സബബ് പെങ്ങളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ല, ഉമർ റളിയല്ലാഹു തആലയുടെ പെങ്ങളുടെ പേരും ഫാത്തിമ എന്നായിരുന്നു. ഇത്രയും ബൃഹത്തായ രീതിയിൽ സ്ത്രീകളെ ആദരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. എത്രത്തോളം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ചോദിച്ചാൽ 500 വർഷം മുമ്പേ ഭർത്താക്കന്മാർ സ്വർഗത്തിൽ കടക്കുന്നതിന്റെ 500 വർഷം മുമ്പേ ഈ സ്ത്രീകൾ സ്വർഗത്തിൽ കടക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുകയാണ്. ഒരിക്കൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഒരിക്കലും ലോകത്തിലെ ഒരു സ്ത്രീക്കും എന്റെ ഖദീജയെ പോലെ ആകാൻ കഴിയുകയില്ല. കാരണം ആരുമില്ലാത്ത സമയത്ത്, ആരോരുമില്ലാത്ത കാലത്ത്, എല്ലാവരും മാട്ടുന്ന സമയത്ത് എനിക്ക് സാമ്പത്തികപരമായും എല്ലാ അർത്ഥത്തിലും മാനസികപരമായും എന്റെ കൂടെ നിന്നത്, എന്റെ കൂട്ടുകാരിയെ പോലെ നിന്ന് തന്നത് എന്റെ ഖദീജയാണ് റളിയല്ലാഹു തആല അൻഹ. അതിന് പകരം വെക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ. എന്തേ കാരണം? നിസ്കാരം ഫർളാക്കപ്പെടുന്നതിന് മുമ്പ് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു. എല്ലാം ഫർളാക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് വിട പറഞ്ഞു. പക്ഷേ ഇല്ലായ്മയുടെ കാലത്ത് ഭർത്താക്കന്മാരെ സ്നേഹിച്ചും അതേപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് ദീനിന്റെ സഹായിയുമായി നിന്നു എന്നതിന്റെ പേരിൽ എത്ര ആദരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു തആലയോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഖദീജയ്ക്ക് വേണ്ടി ദുആ ചെയ്യിൻ, അല്ലാഹു നിങ്ങളുടെ ദുആ കബൂലാക്കാൻ ആ ഒരൊറ്റ കാരണം മതിയാകുമെന്ന് ആയിഷ റളിയല്ലാഹു
റളിയല്ലാഹു തആല എന്നോട് പറയുകയുണ്ടായി, ലോകത്തിൽ ഒരു സ്ത്രീക്കും കഴിയുകയില്ല. ഹദീസിന്റെ ആശയത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം വേണമെന്നാണ് ഏറ്റവും നല്ല രീതിയിൽ ഫിറഔന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല ദുആ ചെയ്തത്. ആ വലിയ മഹൽ, വലിയ കൊട്ടാരം അവിടെ ഉണ്ടാകും. അപ്പുറത്ത് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അതിബൃഹത്തായ കൊട്ടാരമുണ്ടാകും. ഇവരുടെ രണ്ടുപേരുടെയും കൊട്ടാരത്തിന്റെ നടുക്കൊരു കൊട്ടാരമുണ്ട്, അതെന്റെ ഖദീജക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? സ്ത്രീ ഉയർന്നു പോയാൽ, പാവം ഹിറാ ഗുഹയിൽ കഴിഞ്ഞിരുന്ന കാലം ഭക്ഷണപ്പൊതിയുമായി നടന്ന് നീങ്ങിയില്ലേ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ? രാവിലെയും വൈകുന്നേരവും പാചകം ചെയ്തിട്ട് ആഴ്ചകളോളം അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോയില്ലേ? അവസാനം സമ്പന്നയായിരുന്ന ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ പാപ്പരായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ? അവസാനം വഫാത്താകാൻ സമയത്ത് റസൂലുള്ളാഹി ചെന്ന് നോക്കുമ്പോൾ ബൃഹത്തായ രീതിയിൽ ജീവിച്ച, ഏറ്റവും ഉന്നതമായ രീതിയിൽ ജീവിച്ച ആ പാവം ഖദീജ റളിയല്ലാഹു തആലയുടെ വസ്ത്രങ്ങളിൽ അനേകം തുന്നുകളാൽ തുന്നപ്പെട്ടത് കണ്ട് റസൂലുള്ളാഹി പൊട്ടിക്കരഞ്ഞില്ലേ? സഹോദരന്മാരെ, ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക്, നമ്മുടെ സ്ത്രീകൾക്കെങ്ങാനും ദീനുണ്ടായാൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾ അന്തസ്സോടുകൂടി വളരും. അവര് പിന്നെ ഷൂ എറിയുകയില്ല, അവരൊരിക്കലും റിമോട്ട് നിൽക്കുകയില്ല, അവരൊരിക്കലും ഫ്രിഡ്ജ് തുറന്നിട്ട് അവൻ ഇഷ്ടമുള്ളത് കുടിക്കുകയില്ല. പകരം ചായ, പഞ്ചസാര കൂടിയ സമയം തള്ളയെ നിങ്ങൾക്ക് ചായ കാച്ചാൻ പോലും അറിയില്ലേ എന്ന് മാതാവിനെ അധിക്ഷേപിക്കുകയില്ല. കാരണം അവൻ പഠിച്ചിട്ടുണ്ട്. വലാത്ത കുല്ലഹുമാ ഉഫിൻ, മാതാപിതാക്കളോട് നിങ്ങൾ ഉഫ് എന്നൊരു വാക്കുപോലും പറഞ്ഞേക്കരുത് എന്ന്. അങ്ങനെയുള്ള മകനാണെങ്കിൽ രാത്രി അവൻ തഹജ്ജുദ് നിസ്കരിക്കും, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യും, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യും. പാവം 3 ദിവസത്തേക്ക് വേണ്ടി ഒരു സഹോദരൻ, ഒരു വിദ്യാർത്ഥി അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു. പഠിക്കുന്ന കാലഘട്ടത്തിൽ കുറച്ച് കറക്കങ്ങളൊക്കെ അവൻ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി 3 ദിവസത്തേക്ക് പുറപ്പെടിച്ചതാണ്. അവസാനം അവൻ തിരിച്ചു വന്നു, ജോലിയിൽ കയറി. ആദ്യത്തെ ശമ്പളം കിട്ടി 5000-ഓ 6000-ഓ രൂപ. ആ രൂപ ഉമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഉമ്മ, ഇതാ നിങ്ങൾ ഉപ്പാക്ക് കൊടുത്തേക്കിൻ. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ നീ തന്നെ കൊടുത്തേക്ക്, ഉപ്പാക്ക് വലിയ സന്തോഷാവുമല്ലോ. ആ സമയത്ത് ഈ മകൻ പറയാണ്, ഉമ്മ നിങ്ങൾ ഒരിക്കലൊന്നും വിചാരിക്കരുത്, എന്റെ ഉപ്പ ഇതുവരെ എനിക്ക് പഠിക്കാൻ എന്റെ എല്ലാ ചെലവിനും ഇങ്ങനെ തന്നിരുന്നു. അപ്പോൾ എന്റെ ഉപ്പയുടെ കൈ മുകളിലായിരുന്നു, എന്റെ കൈ താഴെയായിരുന്നു. ഇപ്പോൾ എന്റെ ഉപ്പാക്കെങ്ങാനും ഞാൻ എന്റെ ശമ്പളം വെച്ച് നീട്ടിയാൽ എന്റെ കൈ മുകളിലായി പോകും, എന്റെ കൈ മുകളിലും എന്റെ ഉപ്പാന്റെ കൈ താഴെയുമായി പോകും. അതുകൊണ്ട് ഒരിക്കലും ഞാനത് കൊടുക്കൂല, നിങ്ങൾ കൊടുത്തേക്കിൻ. ഈ ഒരു ആദരവിലേക്ക് എങ്ങനെയാണ് ഈ മനുഷ്യൻ കടന്നു വരുന്നത്, ഈ വിദ്യാർത്ഥി കടന്നു വരുന്നത്? ഈമാൻ ഉള്ളിൽ കയറിയാൽ നമുക്ക് നല്ല ഭർത്താവ് ഉണ്ടാകും, ഈമാൻ ഉള്ളിൽ കയറിയാൽ നമുക്ക് നല്ല ഭാര്യയുണ്ടാകും, ഈമാൻ ഉള്ളിൽ കയറിയാൽ നമുക്ക് നല്ല മക്കളുണ്ടാകും, ഈമാൻ ഉള്ളിൽ കയറിയാൽ നമുക്ക് നല്ല അധ്യാപകരുണ്ടാകും, ഈമാൻ ഉള്ളിൽ കയറിയാൽ നമുക്ക് നല്ല പാർട്ട്ണർമാരുണ്ടാകും, ഈമാൻ ഉള്ളിൽ കയറിയാൽ നമുക്ക് നല്ല അയൽവാസിയുണ്ടാകും, ഈമാൻ ഉള്ളിൽ കയറിയാൽ നമുക്ക് നല്ല നാട്ടുകാരുണ്ടാകും. ഇതില്ലാതെ ഹൃദയത്തിലേക്ക് കയറാതെ വെറും മുസ്ലിം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സമൂഹമേ, പ്രിയപ്പെട്ട സമൂഹമേ, ഞാൻ കൂട്ടിയിട്ടാണ് ഈ സമൂഹം വിളിക്കുന്നത്. ഒരാറാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഖാലത്തിൽ അറാബു ആമന്ന, അല്ലാഹു ആയത്തിറക്കാണ്. റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഈമാനുള്ളവരായിരിക്കുന്നു എന്ന്. ഖാലത്തിൽ അറാബു ആമന്ന, ആ സമയത്ത് അല്ലാഹു ആയത്തിറക്കാണ്. ഖാലത്തിൽ അറാബു ആമന്ന, അറാബി അതാ വന്നിട്ട് പറയുന്നു, ഏ അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ വിശ്വസിച്ചു എന്ന്. പക്ഷേ ഖുൽ, നബിയെ പറയുക, ലം തുഅ്മിനു, അവർ വിശ്വസിച്ചിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, പക്ഷേ നിങ്ങൾ പറഞ്ഞുകൊള്ളുക അവർ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഒരിക്കലും മുഅ്മിനീങ്ങളാണെന്ന് പറയണ്ട. കാരണം വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിലേക്ക് ഒരിക്കലും ഈമാൻ ഇറങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊള്ളുക, മുഅ്മിനീങ്ങളാണെന്ന് പറയാൻ ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങണമെന്നവരോട് പറഞ്ഞേക്കുക അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യഥാർത്ഥമായ ഇൽമെന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻസർ കിട്ടുന്ന ഇൽമായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. ആധുനിക കമ്പ്യൂട്ടറിന്റെ മൗസ് പിടിച്ച് നെക്കിയിട്ട് പ്രാപഞ്ചിക പ്രാതിഭാസികതകളുടെ ഏറ്റവും വലിയ നഭോമണ്ഡലത്തിലേക്ക് കയറുന്ന സമയത്തും അവിടെ ഇരുന്ന് കണ്ണടച്ചുകൊണ്ട് അല്ലാഹ് എന്ന് പറയാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് നമ്മൾ മാറണം. ഓപ്പറേഷൻ തിയേറ്ററിൽ കത്രികകളെ കൊണ്ട് ആ കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും ഭാഗത്തിലൂടെ നിന്റെ കത്രിക ചലിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹ് എന്നുള്ള ശബ്ദം നിന്റെ നാക്കിലൂടെ, നിന്റെ ഹൃദയത്തിലൂടെ വരണം. ഓപ്പറേഷൻ തിയേറ്ററിൽ കാത്തു നിൽക്കുന്ന പാവപ്പെട്ട ഈ
സമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ബേജാറാകണ്ട, നിങ്ങൾ പോയിട്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കിൻ എന്ന് പറയുന്ന ഡോക്ടറായിട്ട് നമ്മൾ മാറണം. ഇതേപോലെ തന്നെ ആധുനിക കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും രീതിയിലുള്ള മെക്കാനിസം നടത്തുന്ന എഞ്ചിനീയർ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഈ ഒരു പെട്ടി, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹ് എന്നൊന്ന് പറയാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയായി നമ്മുടെ വിദ്യാർത്ഥികൾ മാറണം. എല്ലാറ്റിലും ഉപരി ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ചവറ്റുകൊട്ടയിലേക്ക് മാത്രം നമ്മുടെ മക്കളെ തള്ളിവിടുന്നതിന് പകരം ദീനിയായി അവർ പഠിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ഈ ഖുർആൻ അവർ മനസ്സിലാക്കട്ടെ, അള്ളാഹുവിന്റെ യഥാർത്ഥമായ കൽപ്പനകൾ മനസ്സിലാക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ ജീവിതം മനസ്സിലാക്കട്ടെ. ആ സുന്നത്തായ ജീവിതത്തിൽ ഏറ്റവും വലിയ രീതിയിൽ വിശാലമായ ഹൃദയത്തിനെ ഈ ലോകത്തിലേക്ക് സമർപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവർ മനസ്സിലാക്കട്ടെ. സ്വന്തം മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ എങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്? സഹോദരന്മാരെ, ഒന്ന് ഓർത്തു നോക്കിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ, നേരത്തെ പറഞ്ഞ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ആദ്യത്തെ പുത്രിയാണ്. ഖദീജ ബിബി റളിയല്ലാഹു തആല പൊന്നോമന മകളാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവാണ്. ആ പോകുന്ന സമയത്ത് ഒട്ടകപ്പുറത്ത് കയറി കൂടെ കൊണ്ടുപോകാൻ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. റസൂൽ പറഞ്ഞതാണ്, എന്റെ മകളെ ഇങ്ങോട്ട് അയക്കണമെന്ന്. മദീനയിലേക്ക് ഉപ്പയുടെ അടുക്കലേക്ക് റസൂലിന്റെ അടുക്കലേക്ക് മക്കയിൽ നിന്ന് പോവുകയാണ്. ആ സന്ദർഭത്തിൽ കുറച്ച് ആളുകൾ തടഞ്ഞു വെച്ചു, പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ എന്തുകൊണ്ട് പോകാൻ പറ്റൂല? അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നരകിച്ച് വേദനിച്ച് കഴിയട്ടെ, മകളെ പോലും തിരിച്ചു കിട്ടാത്ത വേദനയിൽ അങ്ങനെ മദീനയിൽ കഴിഞ്ഞുകൂടട്ടെ എന്ന് ശത്രുക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിൽ കലിമൂത്ത് കലാപബാധിതനായ ഒരു മനുഷ്യൻ അവന്റെ കയ്യിലിരുന്ന കുന്തം കൊണ്ട് നേരെ ഖദീജ റളിയല്ലാഹു തആലയുടെ പ്രിയപ്പെട്ട പുത്രിയുടെ സൈനബ് റളിയല്ലാഹു തആലയുടെ അടിവയറ്റിന് കുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഒട്ടകപ്പുറത്തുനിന്ന് മറിഞ്ഞു വീണു, രക്തമൊഴുകി. ഗർഭമുണ്ടായിരുന്നു, ചരിത്രത്തിൽ കാണാം. ആ ഗർഭം അലസിപ്പോയി. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് ശേഷം മദീനയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ബൈ ദ സെയിം റീസൺ, ഇതേ കാരണത്താൽ തന്നെ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തെടുത്തിട്ട് ഖബറിലേക്ക് വെക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചെന്നിട്ട് ആശ്വസിപ്പിച്ചു. ആ സമയത്ത് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു തആല എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ സഹിച്ചത് എന്റെ ഈ മോളാണ് എന്ന് പറയുകയുണ്ടായി. അതേ ഘാതകനെ, ഈ കുത്തുകുത്തിയ മനുഷ്യനെ മൗലാന അബുൽ ഹസൻ അലി നബി സാബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താരീഖ് വിശദീകരിച്ച ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ പേര് മാറ്റുകയുമുണ്ടായി. ഏതായിരുന്നാലും ആ മനുഷ്യന് കണ്ടുമുട്ടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടി. എന്ന് മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ ധാരാളം ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടിയ കൂട്ടത്തിൽ തന്റെ മകളുടെ ഘാതകനുമുണ്ട്. വിശ്വാസം കരഞ്ഞു, പൊട്ടി കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, യാ അയ്യുഹൽ ഖുറൈശ് മാ തുദുന്നൂന അന്നി ഫായിലും ബിക്കും, ഇന്നത്തെ ദിവസം നിങ്ങളോട് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് വല്ല ധാരണയും നിങ്ങൾക്കുണ്ടോ? ഖാലൂ, അവർ പറഞ്ഞു, അഖുൻ കരീം വബ്നു അഖുൻ കരീം ഖൈറ വബ്നു അഖുൻ കരീം അഖുൻ കരീം, ഞങ്ങൾ നന്മ വിചാരിക്കുന്നു, നിങ്ങൾ നന്മ മാത്രം ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ബഹുമാന്യ സഹോദരന്റെ മോനെ. ആ സമയത്ത് റസൂൽ പൊട്ടിക്കരഞ്ഞു. എല്ലാവർക്കും റസൂൽ മാപ്പ് കൊടുത്തു. ഫദ്ഹബു അൻതും തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. ഖാലഹാ സലാസ, ആ വാക്കിനെ റസൂൽ 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു. പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. പൊയ്ക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. എന്റെ മകളെ കൊന്നവരെ നിങ്ങൾക്ക് മാപ്പ്. എന്റെ കൂട്ടത്തിൽ 70 ചില്ലാനം ആളുകൾ ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ച് അരിഞ്ഞു വീഴ്ത്തിയവരെ നിങ്ങൾക്ക് മാപ്പ്. എന്റെ പ്രിയപ്പെട്ട എളാപ്പയുടെ കരള് ചവച്ചു തുപ്പിയവരെ നിങ്ങൾക്ക് മാപ്പ്. എന്നെ ഈ പാവം മക്കയുടെ പ്രദേശത്ത് നിന്ന് ആട്ടിയോടിച്ചവരെ നിങ്ങൾക്ക് മാപ്പ്. മുഴുവൻ മനുഷ്യർക്കും മാപ്പ് കൊടുത്തു. ആനി ബസന്റ് പിന്നീട് ചരിത്രം എഴുതിയപ്പോ പറയുന്നുണ്ട്, ലോക ചരിത്രത്തിൽ ഒരിക്കലും ഒരിടത്തും ഇങ്ങനെ ഒരു മാപ്പ് കൊടുത്തൊരു രംഗം ഒരു കാലഘട്ടത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. സ്വന്തം മകളെ കൊന്നവർ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഏത് കോടതിയും വിധിക്കൽ തൂക്കുകയറാണ്. പക്ഷെ റസൂൽ വിട്ടു, അവരെ വിട്ടു. നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ് നമ്മൾ. ഈ ഒരു ഇൽമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മുടെ മക്കൾ യഥാർത്ഥമായ അവസ്ഥയിലായിത്തീരും, അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥയായിത്തീരും. ഇതേപോലെ എത്രയെത്ര ശത്രുക്കൾക്ക് ആ മാപ്പ് കൊടുത്തത്. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അന്ന് ശത്രുക്കളുടെ പക്ഷം ഏറ്റവും വലിയ കിരാതമായിട്ട് കാര്യങ്ങൾ നടത്തിയ മനുഷ്യൻ, ഉഹുദിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ, ഇതൊക്കെയാണ്. പക്ഷേ മാപ്പ് കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ മക്കം ഫത്ഹിൽ ഇതേപോലെ തന്നെ അന്ന് തന്നെ അബൂ സുഫിയാൻ വീട്ടിലേക്ക് ചെന്നു. ഭാര്യയാണ് ഹിന്ദ ഗർജിച്ചു, നിങ്ങൾ മുഹമ്മദിന്റെ കുടുക്കിൽ കുടുങ്ങിയോ?
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് അബൂ സുഫിയാൻ ശാന്തനായി, അദ്ദേഹം മുസ്ലിമായിരുന്നു. ആ സമയത്ത് ഹിന്ദ വേഷം മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. വേഷം മാറി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആരും കാണാതെ നടക്കുകയാണ്. എന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി രക്ഷയില്ല. എന്നാലും എന്താണ് തീരുമാനമെന്നറിയാൻ ഹിന്ദ പുറത്തേക്ക് ഇറങ്ങി. ആ സന്ദർഭത്തിൽ ഹിന്ദ ഹിന്ദ എന്ന് പറഞ്ഞിട്ടൊരു വാക്കിങ്ങനെ കേൾക്കുകയാണ്. ഹിന്ദ അങ്ങോട്ട് നോക്കി, ആരെങ്കിലും തന്നെ പിടിക്കാൻ വരുന്നുണ്ടോ? താരീഖിന്റെ ഗ്രന്ഥത്തിൽ കാണാം, ഒരു സഹാബി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാണ്, അല്ലാഹുവേ നീ ഹിന്ദക്ക് മാപ്പ് കൊടുക്കണമേ, ഹിന്ദക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, ഹിന്ദയെ നീ മുസ്ലിമാക്കണേ അല്ലാ. ഈ വാക്കാണ് അവൾ കേട്ടത്. അവളും മുസ്ലിമായി റളിയല്ലാഹു തആല അൻഹ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു അതിന്റെ വർഷങ്ങൾക്ക് മുമ്പേ മദീനയിൽ വന്ന് മുസ്ലിമായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിൻ, ഈ 70 ചില്ലാനം ആളുകളെ കൊന്നൊടുക്കാൻ അല്ലെങ്കിൽ ഷഹീദാക്കപ്പെടാൻ കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ചരിത്രകാരന്മാർക്ക് ഒരു ഉത്തരമുണ്ട്, ഒരു മനുഷ്യന്റെ തന്ത്രമെന്ന്. ആ തന്ത്രം മെനഞ്ഞത് ഖാലിദ് ബിൻ വലീദാണ്. അന്ന് ശത്രുക്കളുടെ സേനാധിപനാണ്. പക്ഷേ കടന്നു വരുമ്പോൾ അതിനു മുമ്പ് റസൂലുള്ളാഹി കത്തയച്ചു. കത്ത് കിട്ടിയ പ്രകാരം വന്നു. വരുന്നതിന് മുമ്പേ റസൂലുള്ളാഹി സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് മറക്കിപ്പുറത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങളുടെ മുഴുവൻ ഭർത്താക്കന്മാരെ കൊന്നൊടുക്കിയ ഖാലിദ് കടന്നു വരികയാണ്, നിങ്ങൾ മാപ്പാക്കി കൊടുക്കൂലേ? നിങ്ങളൊന്ന് ചരിത്രപരമായി ഒന്ന് ആലോചിച്ചു നോക്കിൻ. ഒരു പറ്റം സ്ത്രീ വർഗത്തോട് ചോദിക്കാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൊന്നൊടുക്കാൻ കാരണക്കാരനായ ഖാലിദ് കടന്നു വരുന്നു, നിങ്ങൾ മാപ്പാക്കി കൊടുക്കൂലേ? ആ സമയത്ത് ആ സ്ത്രീകൾ പറയാണ്, ഞങ്ങൾ മാപ്പാക്കി കൊടുക്കാം അള്ളാന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെയാണ് നമ്മൾ എന്ന സ്ത്രീകളാകേണ്ടത്. അപ്പുറസ്വാസമ പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടിൻ. ഏത് കുഞ്ഞുങ്ങൾ? 200 ചില്ലാനം വരുന്ന കുഞ്ഞുങ്ങൾ. ഏതാണ് 200 ചില്ലാനം കുഞ്ഞുങ്ങൾ? ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ കുഞ്ഞുങ്ങൾ? 70 ചില്ലാനം ആളുകൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട കുടുംബത്തിലെ ആ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ റസൂലുള്ളാഹി ആവശ്യപ്പെടുകയാണ്. ആ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കൂട്ടി. കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങളുടെ പിതാക്കന്മാരെ കൊന്നൊടുക്കിയ ആള് കടന്നു വരുന്നു, നിങ്ങൾ മാപ്പാക്കി കൊടുക്കൂലേ? ആ സന്ദർഭത്തിൽ ആ കുട്ടികൾ കരഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മാപ്പാക്കി കൊടുത്തോളാം, ഞങ്ങൾ ഉപ്പമാരെ ഞങ്ങൾക്ക് വേണ്ട, എന്നാലും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരട്ടെ. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു തന്നെ ആ ചരിത്രത്തിന്റെ ബാക്കി പറയുന്നുണ്ട്. ഞാൻ മദീനയിലെ മണൽത്തിട്ടയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ കുട്ടികൾ എന്നെ വരവേൽക്കാൻ വേണ്ടി വന്നു. പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അവർ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി, ഞാൻ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട സഹാബാക്കളുടെ പിഞ്ചോമന മക്കളാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അവര് പറഞ്ഞു, മർഹബൻ ലക യാ ഖാലിദ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം, മർഹബ മർഹബ മർഹബൻ ലക യാ ഖാലിദ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികൾ സ്വാഗതം അരുളി. സഹോദരി, ഇങ്ങനെ ആകേണ്ടവരാ നമ്മൾ. ഈ ലോകത്തിന് മുഴുവൻ മാപ്പ് കൊടുക്കേണ്ടവരാ നമ്മൾ. നമ്മളെ എന്താക്രമിച്ചാലും ശരി, ഏത് രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ശരി, നമുക്ക് പറയാനുള്ളത് സ്നേഹം മാത്രമാണ്, നമുക്ക് പറയാനുള്ളത് വിട്ടുവീഴ്ച മാത്രമാണ്, നമുക്ക് പറയാനുള്ളത് മാപ്പാക്കൽ മാത്രമാണ്, നമുക്ക് ചെയ്യാനുള്ളത് മാപ്പാക്കൽ മാത്രമാണ്. ഈ ഒരു വിജ്ഞാനത്തിന്റെ നഭോമണ്ഡലത്തിലേക്കാണ് നമ്മുടെ മക്കൾ വളർന്ന് വലുതായി എത്തേണ്ടത് എന്നുള്ള കാര്യം മാത്രമാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്കില്ലുകളുണ്ട്, ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരുപാട് സിലബസുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ദീനിന്റെ ഉലൂമിനും ദീനിന്റെ സംസ്കാരത്തിനും ദീനിന്റെ മുആശറക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന ഒരു കൂട്ടരുണ്ടാകട്ടെ. എങ്ങനെ സ്നേഹിക്കണം? ആര് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു അവസാന സന്ദർഭത്തിൽ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കൈ ഇങ്ങനെ പിടിച്ചുയർത്തി ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പൊ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, ഈ കൈ എത്ര ഭാഗ്യം ചെയ്ത കൈയാണ്, ഇതും പിടിച്ചോണ്ടല്ലേ എപ്പോഴും വിശ്വാസം നടക്കുന്നത്. ഈ മടിത്തട്ട് എത്ര രസകരമായ മടിത്തട്ടാണ്, ഇവിടെയല്ലേ ഗാർ സൗറിൽ കിടന്നുറങ്ങിയത്, നിങ്ങളുടെ കൂടെയല്ലേ എപ്പോഴും നടക്കുന്നത്, മിറാജിന്റെ സന്ദർഭത്തിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദുആ, അതും വിശ്വാസം നടത്തിയില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞിട്ട് പറയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തിരിച്ചു ചോദിച്ചു, അബൂ ദുജാന, നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? അപ്പൊ അബൂ ദുജാന റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്ക് എന്റെ ജീവിതത്തിൽ ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് മുആനക ചെയ്യണം. എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ്, ഒന്ന് കെട്ടിപ്പിടിക്കണം, അതിന്റെ ഒരു അഭിലാഷമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, അബൂ ദുജാന, അല്ലാഹു നിങ്ങളുടെ ഈ വലിയ ലക്ഷ്യത്തിനെ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ.
കാരണം ചരിത്രം വായിച്ചാൽ നമുക്കറിയാം, ചില സഹാബാക്കൾ റസൂലുള്ളാഹിയെ നോക്കിയിരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സംസാരിച്ച് അവരിലേക്ക് തിരിഞ്ഞാൽ അവർ മുഖം താഴ്ത്തുമായിരുന്നു. റസൂലുള്ളാഹിയെ പൂർണ്ണമായി ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രശസ്തരായ സഹാബാക്കൾ എഴുതിയത് ബുഖാരി ഷരീഫിൽ നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. അത്രത്തോളം സ്നേഹം, അത്രത്തോളം ആദരവ്, അത്രത്തോളം ബഹുമാനം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രിയപ്പെട്ട സഹാബി അബൂ ദുജാന റളിയല്ലാഹു തആല ചാൻസ് നോക്കി നടക്കാണ്. ശത്രുക്കൾ അമ്പുകൾ കൊണ്ട് വെക്കാൻ പോവുകയാണ്. ഉഹുദിൽ റസൂലുള്ളാഹി മരിച്ചു, നഊദു ബില്ലാഹ്, ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടു, നഊദു ബില്ലാഹ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഇന്നി ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ശത്രുക്കൾ വിളിച്ചു പറഞ്ഞിരുന്നു. നഊദു ബില്ലാഹ്. ഈ അവസ്ഥയിൽ ശത്രുക്കളുടെ ഈ വാക്കുകൾ കേട്ടിട്ട് എല്ലാവരും പരിഭ്രാന്തരായി പോയി. ആ സമയത്ത് ആ പറഞ്ഞ വാക്കിനെ സാധൂകരിക്കാൻ വേണ്ടി ഒരാൾ അമ്പും കൊണ്ട് നിൽക്കുകയാണ്. ആ വനാഴിയിൽ മുഴുവൻ അമ്പാണ്. അമ്പ് ഉന്നം വെച്ച് നിൽക്കുകയാണ്. ആർക്ക് നേരെ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ. താരീഖിന്റെ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരും, ഈ കാഴ്ച കണ്ടത് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂ ദുജാന റളിയല്ലാഹു തആല ഓടി, അമ്പിനേക്കാൾ വില്ലിനേക്കാൾ വേഗത്തിൽ ഓടി ചെന്നിട്ട് നേരെ റസൂലുള്ളാഹി അണഞ്ഞൂട്ടി പിടിച്ചു. വലിയ സന്തോഷം. ഏതൊരാഗ്രഹത്തിന്റെ പിന്നാലെയാണോ നടന്നു പോയത്, അതേ ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ്. അമ്പ് വന്ന് തറക്കുന്നു, നെട്ടുന്നു, പ്രയാസപ്പെടുന്നു, രക്തമൊലിക്കുന്നു. അപ്പോഴും വിളിച്ചു പറഞ്ഞു, അമ്പെയ്യുന്നവരെ എഴുതുകൊള്ളുക, എനിക്കെന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതി. എന്റെ റസൂലുള്ളാഹിക്ക് ഒരു പോറൽ ഏൽക്കാനും ഞാൻ സമ്മതിക്കുകയില്ല. ആ പിടുത്തം അങ്ങനെ പിടിച്ചു. പിന്നെയും പറഞ്ഞു, അമ്പെയ്യുന്നവരെ എഴുതുകൊള്ളുക, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വരാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ തുരുതുരാ അമ്പുകൾ കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു. ഈ ജീവിതത്തിൽ ഏതൊരാഗ്രഹം കൊണ്ടാണോ നടന്നത്, അതേ ആഗ്രഹത്തോടു കൂടി തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു. സഹോദരന്മാരെ, ഇങ്ങനെ സഹാബാക്കളുടെ അനേകായിരം കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വെറും കഥയല്ല, ഇത് കെട്ടുകഥയല്ല, ഇത് ചരിത്രമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. നമുക്ക് കേൾക്കാൻ വലിയ സുഖമാണ്. ഏറ്റവും വലിയ ചരിത്രം എത്ര രസകരമാണ്. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവസാനമായി തൂക്കിലേറ്റാൻ പോകുമ്പോഴും പൊട്ടിക്കരഞ്ഞു. എന്തേ ഇതിന് പകരം മുഹമ്മദാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല, 1000 വട്ടം നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നാലും എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പോറിലേക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? എനിക്ക് അവസാനമായി ഒരു സലാം ചൊല്ലണമെന്നുണ്ട്. എന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സലാം കൊണ്ടുപോയി കൊടുക്കാൻ ഇവിടെ ആരുമില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ്. ചരിത്രത്തിൽ കാണാം, ആ സഹാബിയെ തൂക്കിലേറ്റി. ആ തൂക്കിലേറ്റുന്നതിന് മുമ്പ്, കലിമ പറയുന്നതിന് മുമ്പ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹു ആ വാക്കുകൾ കേട്ടു. അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരീക്ഷണം ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാഹു മലക്കുകളെ അയച്ചു. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് കേൾപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലൈക്കുമുസ്സലാം യാ ഖുബൈബ്, ഖുബൈബേ നിനക്കും സലാമടാ എന്ന് പറഞ്ഞിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരയുകയുണ്ടായി. ഇങ്ങനെ സ്നേഹിച്ചവരാണ്, ഇങ്ങനെ റസൂലുള്ളാഹിയുടെ കൂടെ നിന്നവരാണ് സഹാബാക്കൾ. ആ സഹാബാക്കളുടെ ജീവിതമാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ ജീവിതമാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ആ ജീവിതം കൊണ്ടാണ് നമ്മൾ യാത്ര തിരിക്കേണ്ടത്. ആ യാത്ര ലോകത്തിന്റെ ഏത് കോണിലേക്കുമാകണം. നേരത്തെ പറഞ്ഞ യൂറോപ്പിലേക്ക് താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ബാക്കി വെച്ചിടത്തുനിന്ന് നമുക്ക് തുടങ്ങാൻ സാധിക്കണം. സൗമ്യമായി എല്ലാവരെയും മാനിച്ച് ആദരിച്ച് എല്ലാ സമുദായത്തെയും സ്നേഹിച്ച് യാതൊരു കലാപമോ യാതൊരു ചിന്തയോ ഇല്ലാതെ എല്ലാ മനുഷ്യരെയും നെഞ്ചോട് ചേർത്ത്, ഇവിടെയുള്ള മുഴുവൻ ഹൈന്ദവ ജനതയെയും നെഞ്ചോട് ചേർത്ത്, ക്രിസ്ത്യൻ ജനതയെയും നെഞ്ചോട് ചേർത്ത്, മുഴുവൻ മനുഷ്യരാശിയെയും നമ്മുടെ നെഞ്ചോട് ചേർത്ത്, ഇത് ആദമിന്റെ മക്കളാണ്, ഇത് ഹവ്വാ ബീവിയുടെ മക്കളാണ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഏറ്റവും വലിയ ഒരു വാക്കിനെ മുന്നിൽ പിടിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരാശിയെ നെഞ്ചോട് ചേർത്ത് ഒരാൾക്കും വിട്ടുകൊടുക്കാതെ, ഒരു സമുദായത്തിനെയും വിട്ടുകൊടുക്കാതെ ഈ പാവം സമുദായങ്ങളെ മുഴുവൻ സ്നേഹിച്ചുകൊണ്ട് ഈ സഹാബാക്കൾ നടന്നുപോയതുപോലെ ആ യൂറോപ്പിലൂടെ നമുക്ക് നടക്കണം, ഓസ്ട്രേലിയയിലൂടെ നമുക്ക് നടക്കണം, ആ ആഫ്രിക്കയിലൂടെ നമുക്ക് നടക്കണം. അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കണം. ധാരാളം ഉലമാക്കൾ ഇരിക്കുന്നു, അവർക്കറിയാം അറബി ഭാഷ. അവർ പോയിട്ട് പറയട്ടെ, ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല അൻ-നജാ വൽ ഫലാഹ് ലികുല്ലിഹിം ഫിദ്ദീൻ. ധാരാളം ഉറുദു അറിയുന്നവർ ഇരിക്കുന്നുണ്ട് ഈ സദസ്സിൽ. അവർ പോയി പറയട്ടെ, ഏ ദുനിയാ और आखिरत की कामयाबी अल्लाह सुब्हानहु व तआला ए दिन में रखी है, सिर्फ ए दिन में रखी है. ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. അവരും പോയിട്ട് പറയട്ടെ, Almighty Allah subhanahu wa ta'ala puts all the success in this world and also hereafter only in the perfect deen. അവരും പോയി പറയട്ടെ. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും നമ്മളെ മക്കൾ എത്തട്ടെ. വിവിധമായ ഭാഷയിൽ ആളുകൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തട്ടെ. അങ്ങനെ അള്ളാഹുവിലേക്ക് അവർ ക്ഷണിക്കട്ടെ. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി അവർ സഞ്ചരിക്കട്ടെ. അവർ ഡോക്ടറായിക്കോട്ടെ,
അവർ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു പാവം ഡോക്ടറുടെ കാർക്കുസാരിയുണ്ട്, ലോകത്തിനെ ഞെട്ടിപ്പിച്ച കാർക്കുസാരി. നമുക്കും വേണമെങ്കിൽ അത് കേട്ടിട്ടുണ്ടാകാം. ചിലപ്പോ ബാംഗ്ലൂരിലെ ഒരു സദസ്സിൽ വെച്ചിട്ട് നമ്മുടെ മുതിർന്ന ഉലമാക്കളിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു കാർക്കുസാരി, ഒരു പാവം മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തില് വളരെ രോഗിയായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ചു. ആ സമയത്ത് പടച്ചോനെ ഇപ്പൊ എവിടെന്നാണ് ഒരു ഡോക്ടറെ കിട്ടുക? മറ്റൊരു സമുദായത്തിൽപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ആലോചിച്ചു, ഒരാളുണ്ട്, പാവം ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം ദാടി വെച്ച ആളാണ്, അദ്ദേഹം തൊപ്പി വെച്ച ആളാണ്, വലിയ അള്ളാഹുവിന്റെ ആളാണ്. അതുകൊണ്ട് അദ്ദേഹം എന്തായാലും ഈ നട്ടപ്പാതിരക്ക് വന്നേക്കാം, ഭാര്യ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയുമില്ല. അങ്ങനെ അദ്ദേഹത്തിന് വരുത്താൻ വേണ്ടി തീരുമാനിച്ചു. കൊട ചൂടി ദാ ഇതുപോലത്തെ മഴയത്ത് അദ്ദേഹം പുറപ്പെട്ടു കുന്നിൻ ചെരുവിലേക്ക്. ആ കുന്നിൻ ചെരുവിൽ നിന്നും ആ പാവപ്പെട്ട മനുഷ്യൻ ഡോക്ടറുടെ ഡോറ് ചെന്ന് മുട്ടി. ആ പാവം മുസ്ലിമായ യഖീനുള്ള ഈമാനുള്ള മനുഷ്യൻ മെല്ലെ വാതിൽ തുറന്നു. എന്നിട്ട് ചോദിച്ചു, വിവരം പറഞ്ഞു. അദ്ദേഹം പെട്ടിയെടുത്തു, കൊട ചൂടി ഇതേപോലെ മൈലുകൾ താണ്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി, ചികിത്സിച്ചു, മരുന്ന് കൊടുത്തു, എല്ലാം കൊടുത്തു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ 50-100 രൂപയുണ്ടായിരുന്നു. പാവം ഡോക്ടർക്ക് ചുരുട്ടി തിരികി അതങ്ങോട്ട് കൊടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു, വേണ്ട, ഇതിനു വേണ്ടി വന്നതല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, ദാ എന്റെ വക വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു സംഖ്യ കൊടുത്തു. ഇദ്ദേഹത്തിന്റെ ഈ ജീവിതം കണ്ടിട്ട് ആ മുസ്ലിം പിന്നീട്, ആ മനുഷ്യൻ പിന്നീട് തീരുമാനിച്ചു, എനിക്കിത് മതി, എനിക്ക് ഇസ്ലാം മതി, യഥാർത്ഥമായ ദീന് മതി എന്ന മനുഷ്യൻ തീരുമാനിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ഈ സമൂഹത്തിൽ ഇടപെടാനുള്ള, ഈ സമൂഹത്തിനെ സ്നേഹിക്കാനുള്ള, അത് ഏത് ജാതിയായാലും ശരി, അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തിന് കൊണ്ടുപോകാനുള്ള വിദ്യാഭ്യാസമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനവരാദ്യം ദീന് പഠിക്കട്ടെ, ഈ ഖുർആൻ പഠിക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കട്ടെ. മൗലാന അബുൽ ഹസൻ അലി നദവി സാബ് ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ച് അത് തന്റെ ജീവിതത്തിൽ പകർത്താതെ ലോകത്തിൽ ഒരു മനുഷ്യനും സ്വഭാവം എന്തെന്ന് പഠിക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വഭാവം. ചെറുപ്പക്കാരാ, നീ ചിന്തിച്ചു പോകുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു താരത്തെയാണെങ്കിൽ ആ താരത്തിന് അനേകായിരം താരങ്ങളെ ഒന്നിച്ചു കൂട്ടിയാൽ, ആ ഒന്നിച്ചു കൂട്ടിയിട്ടൊരു മനുഷ്യനാക്കിയാൽ ആ മനുഷ്യൻ എത്ര സൗന്ദര്യമുണ്ടാകുമോ, ആ മനുഷ്യൻ പോലും 1000 താരങ്ങളെ ഒന്നിച്ചു കൂട്ടിയാൽ ഒരു മനുഷ്യനാക്കിയാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പുരുകക്കൊടിക്ക് സമാനമാകൂല. അത്രയും വലിയ സൗന്ദര്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പ്രശസ്തിയുടെ പിന്നാലെയാണോ പോണത്? അനേകായിരം ആളുകളുടെ ബാറ്റ് വീശുന്നതിന്റെ ഏറ്റവും വലിയ പ്രശസ്തിയേക്കാൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലും വരാനിരിക്കുന്ന നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെ മസ്ജിദിൽ നിന്നും ഒരേ ഒരു പേര് മാത്രം, അല്ലാഹുവിന്റെ പേര് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, പ്രശസ്തിയുടെ തലക്കലും മങ്ങേ തലയിൽ അതിനേക്കാൾ പ്രശസ്തി ഇനി ആർക്കുമില്ല. ചെറുപ്പക്കാരാ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രീതിയിലുള്ള ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇനി നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് ഇങ്ങോട്ട് സ്നേഹിച്ചതിന്റെ പേരാണോ? ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കവച്ചു വെക്കാൻ ഈ ലോകത്തിൽ ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു വിട്ടിട്ടേ ഇല്ല. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അവസാനമായിട്ട് പറഞ്ഞു, പിതാവേ, നമ്മൾ എവിടെ വെച്ചാണ് ഇനി കണ്ടുമുട്ടുക? വഫാത്താകാൻ പോകുന്ന ഉസ്വാസമ്മയോട് ചോദിക്കാണ്, എവിടെ വെച്ച് കണ്ടുമുട്ടും? ഉസ്വാസമ്മ പറഞ്ഞു, നമുക്ക് ഹൗദുൽ കൗസറിൽ വെച്ച് കണ്ടുമുട്ടാം, എന്റെ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകും മോളെ. പിന്നെ ചോദിച്ചു, പിന്നെ എവിടെ വെച്ച് കണ്ടുമുട്ടാം? നമുക്ക് മീസാനിൽ വെച്ച് കണ്ടുമുട്ടാം, അവിടെ തൂക്കുന്ന സമയത്ത് ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകും മോളെ. മോള് പിന്നും ചോദിക്കാണ്, ഒറ്റയ്ക്ക് എവിടെ വെച്ച് കണ്ടുമുട്ടാം? ഞാൻ അവിടെയുണ്ടാകും, സിറാത്ത് പാലത്തിൽ. അല്ലാഹുമ്മ സല്ലിം സല്ലിം ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകും മോളെ, അപ്പോൾ നിനക്ക് എന്നെ കാണാം. ഇത്രയും ഈ ഉമ്മത്തിനെ സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് നമ്മുടെ ജീവിതമായി തീരേണ്ടത്. അങ്ങനെ ഈ ജീവിതത്തിന്റെ സന്ദേശവുമായി ലോകത്തിന്റെ നാനാഭാഗത്തേക്കും നമുക്കെത്താൻ സാധിക്കണം. നമ്മൾ അവസാനിപ്പിച്ചിടത്തുനിന്ന് നമ്മുടെ മക്കൾക്ക് തുടരാൻ സാധിക്കണം. അങ്ങനെ പ്രത്യേകിച്ച് വകുപ്പോ ഗ്രൂപ്പോ എന്ന ചിന്തയില്ലാതെ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും മുഴങ്ങട്ടെ. മഗ്രിബിക്ക് വാദിയോ മേ ഗൂഞ്ചി ഹസാൻ ഹമാരി എന്ന് പറഞ്ഞതുപോലെ എല്ലാ താഴ്വാരങ്ങളിലും ഈ ബാങ്കുലി മുഴങ്ങട്ടെ. അങ്ങനെ ലോകം സമാധാനപ്പെടട്ടെ. എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്ന പാവപ്പെട്ടൊരു ജനത ഇനിയും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇൽമിന്റെ, അതും ഇന്നത്തെ ആധുനിക സമൂഹവും ആധുനിക സമൂഹത്തിന്റെ പേക്കൂത്തുകളെ കുറിച്ച് പറഞ്ഞ് മോശത്തരങ്ങൾ പറഞ്ഞ് അതിന് വീർപ്പിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രതിവിധി ഇതാണ്, ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ ആക്കുക. അതും കൊണ്ട് നമ്മൾ എത്തുക. നമ്മൾ ഡോക്ടറായാലും ശരി, എഞ്ചിനീയർ ആയാലും ശരി, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമാറാകട്ടെ
എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് ഇവിടെ മാഷാ അല്ലാഹ് നമ്മുടെ ഉലമാക്കളുടെ ഈ സംഘം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രബോധനവുമായി ബന്ധപ്പെട്ട ഈ വലിയ സദസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ഇന്നത്തെ ദിവസം മുതൽ ഇങ്ങനത്തെ ഒരു ചിന്തയിൽ ജീവിക്കാൻ, ഇനിയും നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കാനും ഇതേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറയാണ്.